പ്രിയപ്പെട്ട ഡോക്ടർമാരെ, ഇന്ന് നമ്മൾ ഒരു പുതിയ പരമ്പര തുടങ്ങുകയാണ്. റൂബ്രിക്കുകളുടെ അപഗ്രഥനം മലയാളത്തിലാണ്. മലയാളം സംസാരിക്കുന്ന അല്ലെങ്കിൽ മലയാളികളായ രോഗികളെ കൈകാര്യം ചെയ്യുന്ന ഡോക്ടർമാരെ ഉദ്ദേശിച്ചാണ് നമ്മൾ ഈ പരമ്പര തുടങ്ങുന്നത്. സാധാരണ നമുക്ക് ക്ലിനിക്കിൽ ധാരാളം മെൻ്റൽ സിംറ്റംസ് കിട്ടാറുണ്ട്. പക്ഷെ പലപ്പോഴും അത് എങ്ങനെ റെപ്പർട്ടറിയുടെ അല്ലെങ്കിൽ മെറ്റീരിയൽ മെഡിക്കയുടെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യണം എന്ന് അറിയാത്തത് കാരണം നമ്മൾ ആ സിംറ്റംസൊക്കെ ഒഴിവാക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പം നമ്മുടെ ഹോമിയോപ്പതിയുടെ കൺസെപ്റ്റ് പ്രകാരം ഒരു മെൻ്റൽ ജനറൽ, ഫിസിക്കൽ ജനറൽ, പർട്ടിക്കുലേഴ്സ് ഇത് മൂന്നും ഉണ്ടെങ്കിൽ നല്ല റിസൾട്ട് കിട്ടും. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു മെൻ്റൽ ജനറൽ ഒരു പേഷ്യൻ്റ് പറഞ്ഞിട്ടുണ്ട്, നമുക്കത് കൺവേർട്ട് ചെയ്യാൻ അറിയാത്തത് കൊണ്ട് നമ്മളത് ഒഴിവാക്കിയാൽ ആ പേഷ്യൻറ്റിൻ്റെ മെൻ്റൽ കംപ്ലയിൻസ് മാത്രമല്ല അവരുടെ ഫിസിക്കൽ കംപ്ലയിൻസും പർട്ടിക്കുലർ കംപ്ലയിൻസിനും ഒരു ഇമ്പ്രൂവ്മെൻറ്റും ഉണ്ടാവാൻ സാധ്യതയില്ല. അപ്പോൾ ഈ പ്രശ്നം എങ്ങനെ തരണം ചെയ്യാമെന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ ഇനിയുള്ള ഭാഗങ്ങളിൽ ചർച്ച ചെയ്യുന്നത്. ഈ വർക്ക് മെയിനായിട്ട് ബേസ് ചെയ്തിരിക്കുന്നത് കെൻറ്റിൻ്റെ റെപ്പർട്ടറി, സിന്തസിസ്, കംപ്ലീറ്റ് റെപ്പർട്ടറി, മർഫീസ് റെപ്പർട്ടറി, ഇങ്ങനെ 4 റെപ്പർട്ടറികളെ അടിസ്ഥാനമാക്കിയാണ്. സാധാരണ ഒരു റൂബ്രിക്ക് പഠിപ്പിക്കുന്നത് പോലെ ഒരു റൂബ്രിക്ക് തന്ന് അതിൻ്റെ അർത്ഥം പറയുക എന്നുള്ളതല്ല. നമ്മുടെ ക്ലിനിക്കിൽ പേഷ്യൻസ് പറയുന്ന സിംറ്റംസ് അതെങ്ങനെ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് പറഞ്ഞു വരുന്നത്. ഒരു റിവേഴ്സ് ഡയറക്ഷനിലാണ് നമ്മൾ ഈ ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ ഈ യൂട്യൂബ് ലിങ്കിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ മലയാളത്തിലോ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. അതിനുള്ള കൃത്യമായിട്ടുള്ള മറുപടി നൽകാൻ ഞങ്ങൾ ശ്രമിക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് ഹൗ ടു ട്രേസ് മെൻ്റൽ സിംറ്റംസ് എഫക്റ്റീവ്ലി, എങ്ങനെ രോഗികളിൽ നിന്ന് മെൻ്റൽ സിംറ്റംസ് ട്രേസ് ചെയ്തെടുക്കുക എന്നുള്ളത്. പലപ്പോഴും സ്റ്റുഡൻസും ജൂനിയർ ഡോക്ടേഴ്സും പറയാറുള്ള ഒരു കാര്യം, മെൻ്റൽ സിംറ്റംസ് ഒന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് അതുമായി ബന്ധപ്പെട്ട റൂബ്രിക്കുകളൊന്നും ഞങ്ങൾ എടുത്തിട്ടില്ല എന്നാണ് പറയാറുള്ളത്. അപ്പോൾ അതെങ്ങനെ എഫക്റ്റീവായിട്ട് മെൻ്റൽ സിംറ്റംസ് ട്രേസ് ചെയ്യുക എന്നുള്ളത്, അതിന് ഒരുപാട് മെത്തേഡ്സ് ഉണ്ട് വളരെ എഫക്റ്റീവായിട്ടുള്ള. നമുക്കതിനെപ്പറ്റി ചർച്ച ചെയ്യാം. ദെൻ ആ കിട്ടിയിരിക്കുന്ന മെൻ്റൽ സിംറ്റംസ് എങ്ങനെ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ് പിന്നെ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ ഒരു ബിഗിനേഴ്സിനെ അല്ലെങ്കിൽ ഒരു പ്രാക്ടീഷണേഴ്സിനെ അല്ലെങ്കിൽ സ്റ്റുഡൻസിനൊക്കെ സഹായിക്കുക എന്നുള്ളതാണ് ഈ പ്രസൻറ്റേഷൻ കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. ഹോമിയോപ്പതിയിൽ നമ്മൾ എപ്പോഴും ജീവിതകാലം മുഴുവൻ ഓർക്കേണ്ട ഒരു കാര്യമാണ് ഈ സ്ലൈഡിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമുക്കിപ്പോൾ മെറ്റീരിയൽ മെഡിക്കൽ, റെപ്പർട്ടറിയിൽ, ഓർഗനോളിലൊക്കെ നല്ല വിവരം ഉണ്ടെങ്കിൽ പോലും നമ്മുടെ കേസ് ടേക്കിംഗ് പെർഫെക്റ്റ് അല്ല എന്നുണ്ടെങ്കിൽ ഹോമിയോപ്പതിയിൽ നല്ല റിസൾട്ട് കിട്ടില്ല. സോ ഇഫ് യു നെഗ്ലക്ട് മേക്കിംഗ് എ കെയർഫുൾ കേസ് ടേക്കിംഗ്, ദി പേഷ്യൻ്റ് വിൽ ബി ദ ഫസ്റ്റ് സഫറർ. രോഗിക്ക് അസുഖം മാറൂല, പിന്നെ നാട്ടുകാർ നമ്മളെ കുറ്റം പറയാൻ തുടങ്ങും, നമുക്ക് ഒരുപാട് പേഷ്യൻസിനെ നഷ്ടപ്പെടും, പിന്നെ ഹോമിയോപ്പതിയെ കുറ്റം പറയും. അപ്പോൾ നമുക്ക് സമയമില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിന് ഒരു നെക്സ്റ്റ് അപ്പോയിൻമെൻറ്റ് കൊടുക്കുക അല്ലെങ്കിൽ SL കൊടുക്കുക. ഒരിക്കലും ഒരു പാർഷ്യലി സിമിലർ ആയിട്ടുള്ളൊരു മെഡിസിൻ കൊടുക്കരുത്. കാരണം അത് കൊടുത്തു കഴിഞ്ഞാൽ എന്തെങ്കിലും ചെറിയൊരു ഇമ്പ്രൂവ്മെൻറ്റ് കിട്ടും, പിന്നെ നമ്മൾ കേസ് എടുക്കുകയില്ല, അൾട്ടിമേറ്റ് ആ കേസ് ഫെയിലിയർ ആവുകയും ചെയ്യും. അപ്പോൾ അതുകൊണ്ട് കേസ് ടേക്കിംഗ് പെർഫെക്റ്റ് ആയാലും മാത്രമേ ഹോമിയോപ്പതിയിൽ നല്ല റിസൾട്ട് ഉണ്ടാവുകയുള്ളൂ. നമുക്ക് മെറ്റീരിയൽ മെഡിക്കലോ പ്രാക്ടീസോ മെഡിസിനിലോ ഓർഗനോളിലോ റെപ്പർട്ടറിയിലോ എത്ര നോളജ് ഉണ്ടായിട്ടും കാര്യമില്ല. ഈ ഒരു കാര്യം നമ്മളെപ്പോഴും നമ്മുടെ മനസ്സിൽ, ജീവിതകാലം മുഴുവൻ നമ്മുടെ മനസ്സിൽ ഉണ്ടായിരിക്കണം. ഒരുപാട് മെത്തേഡ് ഉണ്ട് മെൻ്റൽ സിംറ്റംസ് കണ്ടുപിടിക്കാനും അത് കൺവേർട്ട് ചെയ്യാനും എന്നൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞു. അപ്പോൾ അതിൽ ഏറ്റവും റിലയബിൾ ആയിട്ടുള്ള കറക്റ്റായിട്ടുള്ളൊരു മെത്തേഡ് എന്ന് പറയുന്നത് രോഗികളുടെ ജീവിത സാഹചര്യങ്ങൾ റെപ്പർട്ടറിയുടെ അല്ലെങ്കിൽ മെറ്റീരിയൽ മെഡിക്കയുടെ ലാംഗ്വേജിലേക്ക് കൺവേർട്ട് ചെയ്യാമെന്നുള്ളതാണ്. അപ്പോൾ ആദ്യം അങ്ങനത്തെ കുറച്ച് എക്സാമ്പിൾസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. എങ്ങനെ ഒരു പേഷ്യൻ്റ് അവരുടെ ജീവിത സാഹചര്യം പറയുന്നത് റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യാമെന്നുള്ളത്. ഇപ്പോൾ നമ്മളെടുത്തൊരു ലേഡി വന്നു, അവർക്ക് ഓവേറിയൻ സിസ്റ്റാണ് അല്ലെങ്കിൽ മൈഗ്രെയിൻ ആണ്. ഇപ്പോൾ കേസൊക്കെ എടുത്തപ്പോൾ നമുക്കതിൻ്റെ ഒരു ഫാമിലി ഹിസ്റ്ററി അല്ലെങ്കിൽ പേഴ്സണൽ ഹിസ്റ്ററി ഒക്കെ എടുത്തപ്പോൾ കുറച്ച് കാര്യങ്ങൾ മനസ്സിലായി. കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെ അവരുടെ ഹസ്ബൻഡ് വിദേശത്തേക്ക് പോയതാണ്. അപ്പോൾ മദർ ഇൻ ലോൻ്റെയും സിസ്റ്റർ ഇൻ ലോൻ്റെയും ഒക്കെ ടോർച്ചറിങ് ഉണ്ടായിരുന്നു. പക്ഷേ വിദേശത്തുള്ള ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കേണ്ട എന്ന് കരുതി ഞാനൊന്നും ഭർത്താവിനോട് പറഞ്ഞില്ല. എൻ്റെ വീട്ടിൽ ഇനിയും താഴെ വേറെ പെൺകുട്ടികളൊക്കെ ഉണ്ട്, അച്ഛൻ ഒരുപാട് ബുദ്ധിമുട്ടിലാണ്. എൻ്റെ സ്വന്തം വീട്ടുകാരോട് ഞാൻ ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല.
അങ്ങനെ ഇതെല്ലാം എനിക്ക് നല്ല ദേഷ്യമുണ്ട്, നല്ല സങ്കടമൊക്കെ ഉണ്ട്. മദറിലോ സിസ്റ്ററിലോ ഒക്കെ ഇങ്ങനെ പറയും. പക്ഷെ ഞാൻ അവരോടൊന്നും തിരിച്ച് പറഞ്ഞില്ല. എല്ലാം ഞാൻ മനസ്സിൽ ഒതുക്കി വെച്ച് നിൽക്കുകയാണ് ഉണ്ടായിട്ടുള്ളത്. അപ്പം അങ്ങനെ ഒരു കേസിൽ സ്വാഭാവികമായിട്ടും ഒരു ഓവേറിയൻ സിസ്റ്റോ അല്ലെങ്കിൽ മൈഗ്രെയിനോ ONE ഒക്കെ ആയിട്ടാണ് പിന്നെ അത് പൊന്തി വരാറുള്ളത്. അപ്പോൾ ഇത് ആ രോഗിയുടെ ജീവിത സാഹചര്യമാണ് അവർ പറഞ്ഞത്. ഇപ്പോൾ ഡെവലപ്പ് ചെയ്തിരിക്കുന്ന ഓവേറിയൻ സിസ്റ്റാണ്. പക്ഷെ ഇങ്ങനെ ഒരു ഹിസ്റ്ററി, ഒരു ടോർച്ചർ, സപ്രഷൻ ഓഫ് ആങ്കർ ആൻഡ് ഗ്രീഫ് ഈ കേസിലുണ്ട്. അതിങ്ങനെ മനസ്സിൽ ഒതുക്കി പിടിച്ച് അൾട്ടിമേറ്റ്ലി ദാറ്റ് ഡെവലപ്ഡ് ഇൻടു ഓവേറിയൻ സിസ്റ്റ്. അപ്പോൾ ഇതെങ്ങനെ നമ്മൾ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നതാണ്. അവരുടെ ജീവിത സാഹചര്യമാണ് അവർ പറഞ്ഞിരിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു റൂബ്രിക്കാണ് ഈ കേസിൽ വരുന്നത്. നമ്മുടെ കെന്റിൻ്റെ ഒക്കെ റെപ്പർട്ടറിയിൽ കൊടുത്തിരിക്കുന്ന ഇൻഡിഗ്നേഷൻ എന്നുള്ള റൂബ്രിക്കാണ് ഈ കേസിൽ നമ്മൾ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഈ ഒരു റൂബ്രിക്ക് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ഇവരുടെ ഓവേറിയൻ സിസ്റ്റ് ശരിയാവാൻ പോകുന്നില്ല, മൈഗ്രെയിനും ശരിയാവാൻ പോകുന്നില്ല, അതേപോലെ അവരുടെ മാനസിക സംഘർഷങ്ങൾക്കും ഒരു അറുതി വരാൻ പോകുന്നില്ല എന്നുള്ളതാണ്. അപ്പോൾ ഇൻഡിഗ്നേഷൻ എന്ന് പറയുമ്പോൾ കംപ്ലയിൻസ് ഫ്രം സപ്രസ്ഡ് ഗ്രീഫ് ആൻഡ് ആങ്കർ എന്നുള്ളതാണ്. എനിക്ക് ദേഷ്യം ഉണ്ടായിരുന്നു, മദറിനോട് തിരിച്ച് പറയണം എന്നൊക്കെ ആഗ്രഹം ഉണ്ടായിരുന്നു, പക്ഷെ ഞാനൊന്നും തിരിച്ച് പറഞ്ഞില്ല. സപ്രഷൻ ഓഫ് ഗ്രീഫ് ആൻഡ് ആങ്കർ, ദാറ്റ്സ് ദ മീനിങ് ഓഫ് ഇൻഡിഗ്നേഷൻ. നെക്സ്റ്റ് അനദർ എക്സാമ്പിൾ. ഡോക്ടറെ, ഞാൻ ഒരുപാട് ചികിത്സകളൊക്കെ നടത്തി നോക്കി. അലോപ്പതി നടത്തി, ആയുർവേദം നടത്തി, ഹോമിയോപ്പതി നടത്തി, ഈവൻ മന്ത്രവാദം വരെ നടത്തി നോക്കി. എന്നിട്ട് ഒരു രക്ഷയില്ല, എൻ്റെ അസുഖമൊന്നും മാറണില്ല, ഇപ്പോൾ ചികിത്സകളൊന്നും എടുക്കണില്ല. ഇത് സാധാരണ നമ്മളോട് പേഷ്യൻസ് പറയാനുള്ള പല ചികിത്സ നടത്തി നോക്കിയതോ ഡോക്ടർ, ഒരു രക്ഷയില്ല, ഇപ്പോൾ ചികിത്സിക്കണമെന്നേ തോന്നാറില്ല, മരുന്നുകളൊന്നും കഴിക്കാറില്ല എന്ന് പറയും. ഇതെങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യും? അവരുടെ ജീവിത സാഹചര്യമാണ്. ഇനിയിപ്പോൾ ഒരു പ്രൊഫഷണലിനെ പറ്റിയാണെങ്കിൽ പല ജോലികളും ഞാൻ ചെയ്തു നോക്കി സാർ. LD ക്ലർക്കായിട്ട് വർക്ക് ചെയ്തു, പോസ്റ്റ്മാനായിട്ട് വർക്ക് ചെയ്തു, ബിസിനസ് നടത്തി, എല്ലാം ഒരു പരാജയമായി. ഇപ്പം ഒന്നും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. രണ്ട് സാഹചര്യവും ഇതിൽ വരാം. ഇതെങ്ങനെ നമ്മൾ ഒരു റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യും? ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മുടെ ക്ലിനിക്കിൽ രോഗികൾ പറയുന്ന ഭാഷ അത് തിരിച്ച് റൂബ്രിക്കാക്കുന്ന മെത്തേഡാണ് നമ്മൾ ഇതിൽ ചെയ്യാൻ പോകുന്നത്. ഇതിൻ്റെ മീനിങ് എന്ന് പറയുന്നത്, റൂബ്രിക് എന്ന് പറയുന്നത് ഡിസ്കസ്ഡ് എന്നാണ്. രണ്ട് റൂബ്രിക് ഈ കേസിൽ വരും. ഒന്ന് ഡെസ്പെയർ റിക്കവറി ഓഫ് എന്ന് പറയുന്ന റൂബ്രിക് വരും. രണ്ടാമത്തെ റൂബ്രിക് ഡിസ്കസ്ഡ് എന്നുള്ളതാണ്. ഈ രണ്ട് റൂബ്രിക്കും തമ്മിലൊരു ഡിഫറൻസ് ഉണ്ട്. ഇപ്പോൾ ഡെസ്പെയർ റിക്കവറി ഓഫ് എന്നുള്ള കേസിൽ പല ചികിത്സകളും നടത്തി നോക്കി, ശരിയാവണില്ല. പക്ഷെ എന്നാലും അവർ പിന്നെയും ഒരു ചികിത്സിക്കാൻ ഒരു ശ്രമം നടത്തും. അതുകൊണ്ടാണ് അവർ നമ്മളെടുത്ത് വന്നത്. പക്ഷെ ഡിസ്കസ്ഡ് എന്ന് പറയുമ്പോൾ പല ചികിത്സകളും നടത്തി നോക്കി, പല ജോലികളും ചെയ്തു നോക്കി, എല്ലാം ഫെയിലിയറായി, ഇപ്പോൾ ഒന്നിനും ശ്രമിക്കണില്ല, ഇനിയിപ്പോൾ ഒരു ചികിത്സയും നടത്തുന്നില്ല എന്ന് വെച്ചു. So disgust means despair after repeated failures and he will stop further effort എന്നുള്ളതാണ്. അപ്പോൾ ഡിസ്കസ്റ്റിൽ ഒരു ഫർദർ എഫേർട്ട് ഉണ്ടാവില്ല. പക്ഷേ ഡെസ്പെയർ റിക്കവറി ഓഫ് എന്ന് പറയുമ്പം അവർ പിന്നെയും ഒരു എഫേർട്ട് നടത്തി നോക്കും. ഇങ്ങനെയൊക്കെ നിരാശയാണെങ്കിലും പിന്നെയും ഒരു മെഡിസിൻസൊക്കെ കഴിച്ചു നോക്കും. അപ്പോൾ ഈ രണ്ട് റൂബ്രിക്ക് നമ്മുടെ മനസ്സിൽ വെക്കണം പേഷ്യൻ്റ് ഇങ്ങനെ പറയുന്ന സാഹചര്യത്തിൽ. അതുപോലെയുള്ള ഓരോന്ന് രണ്ട് കണ്ടീഷൻസ്. ഇപ്പോൾ നമ്മൾ ജീവിത സാഹചര്യം എങ്ങനെ മാറ്റുമെന്ന് പറഞ്ഞത്. രണ്ടാമതായിട്ട് എങ്ങനെ നമ്മൾ പേഷ്യൻറ്റിൽ ഒബ്സർവ് ചെയ്തിട്ട് നമുക്ക് റൂബ്രിക്ക് കണ്ടുപിടിക്കാമെന്നുള്ളത്. ഡയറക്റ്റ് ചോദിക്കാം, അതേപോലെ ഒബ്സർവേഷനിലൂടെയും എങ്ങനെ റൂബ്രിക്ക് കണ്ടുപിടിക്കാമെന്നുള്ളത്. അപ്പോൾ നമ്മൾ ഒരു പേഷ്യൻറ്റിന് 4 മണിക്ക് ബുക്കിംഗ് കൊടുത്തു. അപ്പോൾ 4 മണിയായപ്പോൾ ഡോക്ടർ എത്തിയിട്ടില്ല. 4:05 ആയപ്പോൾ ഡോക്ടർ എത്തി. പിന്നെ അത് വിളിക്കാറ് പിന്നെയും കുറച്ച് സമയം വൈകാണ്. അപ്പോൾ ഈ പേഷ്യൻ്റ് വന്നിട്ട് നമ്മുടെ റിസപ്ഷനിസ്റ്റിനോട് ചോദിക്കുകയാണ്, എന്താണ് എന്നെ വിളിക്കാത്തത്, എന്താണ് എന്നെ വിളിക്കാത്തത്, 4 മണിക്ക് ബുക്കിംഗ് തന്നതാണല്ലോ, എന്നിട്ട് എന്താ വിളിക്കാത്തത്? അല്ലെങ്കിൽ പേഷ്യൻ്റ് പുറത്തുനിന്ന് കസാരയൊക്കെ നീക്കുന്ന ശബ്ദം ഉണ്ടാക്കും. കാരണം ഞാനിവിടെ എത്തിയിട്ടുണ്ട്, എന്നെ എപ്പോഴും വിളിച്ചിട്ടില്ല എന്നുള്ള. അല്ലെങ്കിൽ ചുമച്ചുകൊണ്ടിരിക്കും പേഷ്യൻ്റ്, പുറത്ത് ആളുണ്ട്, എന്താണ് ഡോക്ടർ വിളിക്കാത്തത് എന്നുള്ളത്. സോ പേഷ്യൻ്റ് ഈസ് വെരി മച്ച് വറീഡ് അബൌട്ട് ഹിസ് ടേൺ, റിപ്പീറ്റ്ലി ആസ്കിങ് അബൌട്ട് ഹിസ് ടേൺ ഓർ ഹിസ് നമ്പർ. ഇതൊരു ഒബ്സർവേഷനാണ്. ഇതെങ്ങനെ നമ്മൾ റൂബ്രിക്കായിട്ട് കണ്ടു? ഇത് അയാളുടെ ഒരു പേഴ്സണാലിറ്റിയാണ്, ഒരു ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റിയാണ്. 4 മണിക്ക് ബുക്കിംഗ് കൊടുത്തിട്ട് 4:05 ആയിട്ടും ഡോക്ടർ വിളിക്കുന്നില്ല. ഇത് കെൻറ്റിലൊക്കെ ഉള്ള വളരെ ബേസിക് ആയിട്ടുള്ള റൂബ്രിക്കാണ് ഇംപേഷ്യൻസ് എന്നുള്ളതാണ്. അപ്പോൾ ഇത് പേഷ്യൻ്റ് നമ്മളോട് പറയുന്നില്ല ഞാൻ ഇംപേഷ്യൻ്റ് ആണെന്നുള്ളത്. നമ്മളത് ഒബ്സർവേഷനിലൂടെ കണ്ടെത്തിയിട്ട് അത് റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഇതേപോലെ തന്നെയാണ് വേറെ ചില പേഷ്യൻസിന്. നമ്മൾ 4 മണിക്ക് ബുക്കിംഗ് കൊടുത്താലും അവർ 3 മണിക്ക് തന്നെ നമ്മുടെ ക്ലിനിക്കിൽ എത്തിയിട്ടുണ്ടാവും. കാരണം ഇനി ഡോക്ടർ 4 മണിക്ക് വിളിക്കുമ്പോൾ ഞാൻ അവിടെ ഇല്ലാണ്ടായി പോകണ്ട എന്നൊക്കെ കരുതിയിട്ട് വളരെ നേരത്തെ ക്ലിനിക്കിൽ എത്തുന്ന ടൈപ്പ് ഒരു പേഷ്യൻസും ഉണ്ട്. അവർക്ക് നമ്മൾ എന്ത് റൂബ്രിക്കാണ് വർക്കൗട്ട് ചെയ്യാം?
ശരിക്കും അതൊരു ആൻറ്റിസിപ്പേഷനാണ്. ആൻറ്റിസിപ്പേഷൻ, മൈൻഡിൽ ആൻറ്റിസിപ്പേഷൻ എയിൽമെൻറ്റ്സ് ഫ്രോം എന്ന് പറഞ്ഞിട്ടാണ് കെൻറ്റിൻ്റെ റെപ്പർട്ടറിയിലൊക്കെ റൂബ്രിക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ 2 ടൈപ്പ് പേഷ്യൻസും ഉണ്ട്. ചിലർ സമയത്തിന് വരും, അവർ വിളിച്ചിട്ടില്ലെങ്കിൽ വളരെ ഇറിറ്റേറ്റഡ് ആവും. അതിന് ഇമ്പേഷ്യൻസ് എന്നുള്ളത് വളരെ നേരത്തെ, ഇനിയിപ്പം നേരം വൈകി ഡോക്ടർ വിളിക്കുമ്പോൾ ഞാൻ അവിടെ അല്ലെങ്കിൽ ബസ് കിട്ടാൻ വൈകും, അങ്ങനെ പല ആദികൾ മനസ്സിൽ വന്നിട്ട് നേരത്തെ വരുന്ന പേഷ്യൻസ് ഉണ്ട്. ആ കേസിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്ന ഒരു റൂബ്രിക്കാണ് ആൻറ്റിസിപ്പേഷൻ എന്ന് പറയുന്നത്. പിന്നെ അനദർ ടൈപ്പ് പേഷ്യൻസ് നമ്മുടെ ക്ലിനിക്കിൽ വന്നിരുന്ന ഉടനെ തന്നെ അസുഖം അങ്ങോട്ട് പറയാൻ തുടങ്ങും. ഡോക്ടർ പേര് ചോദിക്കാനോ അല്ലെങ്കിൽ മറ്റ് റോൾ നമ്പറോ മറ്റു കാര്യങ്ങൾ എഴുതാനുള്ള സമയമൊന്നും ഉണ്ടാവില്ല. അവർ വന്നിരിക്കലും നമ്മൾ മുന്നോട്ട് ചാഞ്ഞിരുന്നിട്ട് കാര്യങ്ങൾ അങ്ങോട്ട് പറയാൻ തുടങ്ങും. ഡോക്ടർ ഒന്നും ചോദിക്കേണ്ട ആവശ്യമില്ല, എന്താണ് അസുഖം എന്നുള്ളതൊന്നും ചോദിക്കേണ്ട ആവശ്യമില്ല. അങ്ങനത്തെ പേഷ്യൻസിന് നമ്മൾ എന്ത് റൂബ്രിക്കാണ് വർക്കൗട്ട് ചെയ്യും? ഇതൊക്കെ ഒബ്സർവേഷൻ ആണ് കേട്ടോ. ഇൻ ദാറ്റ് കേസ് ദ റൂബ്രിക് ഈസ് എക്സ്ട്രോവേർട്ടഡ് പേഴ്സണാലിറ്റിയാണ്. അപ്പോൾ റൂബ്രിക് മൈൻഡിൽ എക്സ്ട്രോവേർട്ടഡ് എന്നാണ് റൂബ്രിക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് തോന്നണം, ആ സമയത്ത് ഇന്ന റൂബ്രിക് എടുക്കണമെന്ന് നമ്മുടെ മനസ്സിൽ വരണം. പിന്നെ ഒരു അനദർ ടൈപ്പ് ഓഫ് പേഷ്യൻസ് വളരെ നീറ്റ് ക്ലീൻ ആയിട്ട് ഡ്രസ്സ് ചെയ്തിരിക്കണം. എന്ന് വെച്ചാൽ എസ്തിരിട്ട അടയാളങ്ങളൊക്കെ നമുക്ക് കാണാം. ഒരു ചുളിവ് പോലും ഡ്രസ്സിൽ ഉണ്ടാവില്ല. മുടിയൊക്കെ വളരെ പെർഫെക്റ്റ് ആയിട്ട് ചീകി വെച്ചിട്ടുള്ള പേഴ്സണാലിറ്റീസ്. അവർ വന്നാൽ വളരെ ശ്രദ്ധിച്ചിട്ടൊക്കെ നമ്മുടെ ക്ലിനിക്കിൽ ചെയറിൽ ഇരിക്കുള്ളൂ. പൊടിയുണ്ടോ മറ്റു കാര്യങ്ങളുണ്ടോ എന്നൊക്കെ നോക്കി വളരെ ശ്രദ്ധിച്ച് മാത്രമേ ഇരിക്കുന്ന ടൈപ്പ് പേഴ്സൺസ്. അപ്പോൾ അവിടെ എന്ത് റൂബ്രിക്ക് നമ്മൾ വർക്കൗട്ട് ചെയ്യും? വെരി നീറ്റ് ആൻഡ് ക്ലീൻ, എക്സ്ട്രാ ഓർഡിനറി നീറ്റ് ആൻഡ് ക്ലീൻ. അപ്പോൾ നമ്മൾ അവിടെ എടുക്കേണ്ട റൂബ്രിക്കാണ് ഫാസ്റ്റിഡിയസ് എന്നുള്ള റൂബ്രിക്കാണ്. അത് നമ്മൾ ആ റൂബ്രിക്ക് എടുത്തിരിക്കണം. പേഷ്യൻ്റ് ഒരിക്കലും പറയില്ല ഞാൻ വളരെ ഫാസ്റ്റിഡിയസ് ആണ് എന്നുള്ളത്. ഇനി വേറെ കുറച്ച് കണ്ടീഷൻസ് നമുക്ക് നോക്കാം. ഡോക്ടറെ ജീവിതത്തിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, പ്രയാസങ്ങളുണ്ട്, എന്നാലും കാര്യങ്ങളൊക്കെ കുഴപ്പമില്ലാണ്ട് നടന്നു പോകുന്നത്. പല അസുഖങ്ങളുണ്ട്. അച്ഛന് അസുഖമാണ്, അല്ലെങ്കിൽ മകൾക്ക് ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അവൾ ഡൈവേഴ്സായി നിൽക്കുകയാണ്. എന്നാലും ഡോക്ടർ ഉള്ളതുകൊണ്ടൊക്കെ ഓണം ആഘോഷിച്ച് ഞങ്ങളോട് ജീവിതമൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് സന്തോഷത്തോടു കൂടി അങ്ങനെ പോവുകയാണെന്ന് പേഷ്യൻ്റ് പറയും. സാധാരണ നമ്മളോട് പേഷ്യൻസ് പറയാറുള്ളത്, അവരുടെ ഫാമിലി ഹിസ്റ്ററിയൊക്കെ നമുക്കറിയാം, ഇന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, എന്നാലും അവരുടെ മുഖത്ത് എപ്പോഴും ഒരു സംതൃപ്തമായിട്ടുള്ളൊരു മുഖഭാവമായിട്ടിരിക്കുന്ന ആൾക്കാരായിരിക്കും. സാറ്റിസ്ഫൈഡ് ഈവൻ ദ വേരിയസ് ഹർഡിൽസ് ആൻഡ് പ്രോബ്ലംസ് ഇൻ ദി ലൈഫ്. ഇത് അവരുടെ ഒരു ജീവിത സാഹചര്യമാണ്. ഇതെങ്ങനെ നമ്മൾ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യും? പല അസുഖങ്ങളും ഉണ്ട് ഡോക്ടറെ, എന്നാലും അങ്ങനെയൊക്കെ ഇത്രയൊക്കെയല്ലേ ഉള്ളൂ, ബാക്കിയുള്ളവരുടെ കാര്യം നോക്കുമ്പം ഞാൻ ഭാഗ്യവാനാണ്, ഇത്രയൊക്കെ ബുദ്ധിമുട്ടല്ലേ ഉള്ളൂ, അത് ഡോക്ടർ അങ്ങോട്ട് മരുന്നൊക്കെ തന്നങ്ങോട്ട് ശരിയാക്കിയാൽ മതി എന്ന് പറയും. ഇതെങ്ങനെ നമ്മൾ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യാം? കണ്ടന്റ് എന്നാണ് അതിൽ റൂബ്രിക്ക് വരാം. ആൾവേസ് സാറ്റിസ്ഫൈഡ് ഡെസ്പൈറ്റ് വേരിയസ് പ്രോബ്ലംസ് ആൻഡ് ഹർഡിൽസ് ഇൻ ദി ലൈഫ്. ജീവിതത്തിലെ പ്രശ്നങ്ങൾ പ്രയാസങ്ങളുണ്ടെങ്കിലും ഒരു സംതൃപ്തമായിട്ടുള്ള മുഖഭാവം, ഒരു പുഞ്ചിരിയുള്ള മുഖഭാവമായിട്ട് നടക്കുന്ന ടൈപ്പ് പേഷ്യൻസ്. ദെൻ അനദർ പേഷ്യൻറ്റ്, മുമ്പ് വന്ന ഡോക്ടർ ഒരുപാട് കുറ്റം പറയും. ആ ഡോക്ടർ എൻ്റെ അടുത്ത് നിന്ന് കുറേ പൈസ വാങ്ങി എന്നല്ലാണ്ട് എനിക്ക് ഒരു ഇതുണ്ടായിട്ടില്ല, അതിന് മുമ്പ് ഞാൻ വേറെ ഡോക്ടർ കാണിച്ചു, അയാൾ എന്നെ പറ്റിച്ച് കുറേ പൈസ വാങ്ങി. ഇങ്ങനെ മുമ്പ് കാണിച്ച ഡോക്ടേഴ്സിനെ നമ്മളെടുത്ത് വന്നിട്ട് ക്രിട്ടിസൈസ് ചെയ്ത് സംസാരിക്കുന്ന പേഷ്യൻസ്. എങ്ങനെ നമ്മളത് കൺവേർട്ട് ചെയ്യും? ഇത് അവരുടെ ഒരു ഹാബിറ്റാണ്. വല്ലപ്പോഴും ക്രിട്ടിസൈസ് ചെയ്യുന്നില്ല, എപ്പോഴും പിറുപിറുത്തുകൊണ്ട് മറ്റുള്ളവരെ കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ടൈപ്പ് പേഴ്സണാലിറ്റീസാണ് വരുന്നത്. ഇതിൻ്റെ റൂബ്രിക്ക് വരുന്നത് അബ്യൂസീവ് എന്നാണ്. ആൾവേസ് യൂസിങ് ഹാർഷ് ഇൻസൾട്ടിങ് ലാംഗ്വേജസ് ആസ് എ റൂട്ടീൻ. വല്ലപ്പോഴും ഒന്നും ഇങ്ങനെ കുറ്റം പറയുന്നതല്ല, ശാപവാക്കുകൾ പറയുന്നതിനല്ല, എപ്പോഴും അവരിങ്ങനെ സ്വഭാവം അങ്ങനെ തന്നെ ആയിരിക്കും. മറ്റുള്ളവരെ പറ്റി കുറ്റവും കുറവും പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു പ്രകൃതമുള്ള ആൾക്കാർ. ചില മദർ ഇൻ ലോസ് അങ്ങനെയാണല്ലോ, മരുമക്കൾ എത്ര നന്നായിട്ട് ജോലി ചെയ്താലും ഇങ്ങനെ പുറത്തുകൊണ്ടിരിക്കും. അതിനാണ് അബ്യൂസീവ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ മുമ്പിലൊരു പേഷ്യൻ്റ് വന്നിരിക്കുന്നുണ്ട്, ഡോക്ടർ മുഖത്തേക്കൊന്നും നോക്കണില്ല, പക്ഷെ നമ്മളൊരു കാകദൃഷ്ടി എന്ന് പറയില്ല, ഒരു സൈഡിലേക്ക് നോക്കണേ, അത് ഒരു പേഴ്സണാലിറ്റി ടൈപ്പാണ്. അതെങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യും? പേഷ്യൻ്റ് ഈസ് നോട്ട് ലുക്കിംഗ് സ്ട്രൈറ്റ്ലി ബട്ട് വിത്ത് ആൻ ആംഗുലർ ലുക്ക് എന്നാണ് പറയുന്നത്. അതിൻ്റെ 2 കണ്ടീഷൻ അതിൽ വരാം. ഒന്ന് സെൽഫിഷ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസാണ്, അങ്ങനെ മുഖത്ത് നോക്കാതെ ഒരു ആംഗുലർ ലുക്കിൽ, കാകൃദൃഷ്ടി എന്ന് നമ്മൾ പറയുന്നത് ഉണ്ടാവുക. അതേപോലെ ഹൈഡിങ്, അതേപോലെ ടിമിഡിറ്റി. ഈ 3 റൂബ്രിക്കും വേണമെങ്കിൽ ഇതിൽ വർക്കൗട്ട് ചെയ്യാം. അതിൽ ഏതാണ് നമ്മുടെ പേഷ്യൻറ്റിന് സ്യൂട്ടബിൾ ആവുന്നത് നോക്കിയിട്ട് നമ്മൾ റൂബ്രിക്സ് സെലക്ട് ചെയ്യണം. പിന്നെ മൈൻഡിൻ്റെ റൂബ്രിക്സ് എടുക്കുമ്പോൾ നമുക്ക് ചെറിയൊരു പ്രശ്നം എന്ന് വെച്ചാൽ, നമ്മളൊരിക്കലും ഒരു ഡിക്ഷണറി വെച്ചിട്ട് ഈ മെൻ്റൽ റൂബ്രിക്സ് പഠിക്കാൻ കഴിയില്ല. കാരണം ഡിക്ഷണറി മീനിങ്ങും അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും അതിൻ്റെ മെഡിസിൻസൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ട്. അപ്പം അത് ഒരു വലിയൊരു പ്രോബ്ലമാണ്. പക്ഷെ അതെങ്ങനെ ഓവർകം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് ചർച്ച ചെയ്യാം.
അപ്പോൾ സിമിലർ ഡിക്ഷണറി മീനിങ്ങുള്ള ഒരുപാട് റൂബ്രിക്സ് മൈൻഡ് ചാപ്റ്ററിൽ കൊടുത്തിട്ടുണ്ട്. പക്ഷെ അത് വർക്കൗട്ട് ചെയ്യേണ്ട സാഹചര്യം ഡിഫറെൻ്റ് ആണ്, അതിലെ മെഡിസിൻസും വളരെ ഡിഫറെൻ്റ് ആണ്. അതാണ് അതിൻ്റെ ഒരു വലിയൊരു പ്രോബ്ലമായിട്ട് പലരും പറയാറുള്ളത്. അപ്പോൾ അതെങ്ങനെ ഓവർകം ചെയ്യാമെന്നുള്ളതിനെ പറ്റിയിട്ട് നമുക്ക് 1-2 എക്സാമ്പിളിലൂടെ 1-2 ഉദാഹരണത്തിലൂടെ നമുക്ക് വിശദമാക്കാം. ഇപ്പോൾ ജലസി ആൻഡ് എൻവി കെൻറ്റിൻ്റെ റെപ്പർട്ടറിയിലുള്ള 2 റൂബ്രിക്കാണ്. ഇതിൻ്റെ അർത്ഥം നമ്മുടെ ഡിക്ഷണറിയെ സംബന്ധിച്ചിടത്തോളം അസൂയ എന്നുള്ളതാണ്. എനിക്ക് അയാളുടെ അസൂയാണ്, അതിന് ജലസി എന്നും പറയും, എൻവി എന്നും പറയും. പക്ഷേ ഈ റൂബ്രിക്ക് നിങ്ങൾ കെൻറ്റിൻ്റെ റെപ്പർട്ടറിയിൽ എടുത്ത് നോക്കുന്നുണ്ട്, അതിലെ മെഡിസിൻസിലൊക്കെ ഒരുപാട് ഡിഫറൻസ് കാണും. എന്ന് വെച്ചാൽ അത് വർക്കൗട്ട് ചെയ്യേണ്ട സാഹചര്യം, കോണ്ടെക്സ്റ്റ് എൻറ്റയർലി ഡിഫറെൻ്റ് ആണ് എന്നുള്ളതാണ്. ഇതിൽ ഒന്ന് പോസിറ്റീവാണ്, അനദർ വൺ ഈസ് നെഗറ്റീവാണ്. ഇതിലേതാണ് പോസിറ്റീവായിട്ട് വരുന്നത്? എൻവി ആണോ ജലസി ആണോ? എൻവി ഈസ് പോസിറ്റീവ് ആൻഡ് ജലസി ഈസ് നെഗറ്റീവ് എന്നാണ് പറയുന്നത്. അപ്പോൾ അതൊരു ചെറിയൊരു ഉദാഹരണം പറയും. ഇപ്പം ഞാനൊരു സാധാ ഹോമിയോ ഡോക്ടറാണ്. എൻ്റെ അയൽവാസിയായിട്ടുള്ള അലോപ്പതി ഡോക്ടർക്ക് ഒരു ബെൻസ് ഉണ്ട്, അല്ലെങ്കിൽ ഒരു ഓഡി ഉണ്ട്. അപ്പോൾ എനിക്കും അതേപോലെ ഒരു ബെൻസ് കാർ വാങ്ങണം, അല്ലെങ്കിൽ ഒരു ഓഡി വാങ്ങണം, അല്ലെങ്കിൽ ഒരു BMW കാർ വാങ്ങണം എന്നുള്ളൊരാഗ്രഹം. എനിക്ക് അയാളുടെ അസൂയാണ്. പക്ഷെ എനിക്കൊരു ആഗ്രഹം, അയാളെപ്പോലെ എനിക്കും അത്ര ഒരു ലക്ഷറി കാറൊക്കെ വാങ്ങണം, അല്ലെങ്കിൽ വലിയൊരു വീടൊക്കെ ഉണ്ടാക്കണം എന്നുള്ളൊരു സൗകര്യങ്ങളൊക്കെ ഉള്ള നല്ലൊരു വീട് ഉണ്ടാക്കണം എന്നുള്ളൊരാഗ്രഹം. അങ്ങനെ ഞാൻ ക്ലിനിക്കിൽ നിന്ന് കിട്ടുന്ന പൈസയൊക്കെ എടുത്ത് വെക്കുന്നു, പിന്നെ കുറച്ച് ബാങ്ക് ലോണൊക്കെ എടുത്ത് ഞാനും അതേപോലെ ഒരു BMW അല്ലെങ്കിൽ ഒരു ഓഡിയോ കാറൊക്കെ വാങ്ങും. അതായത് എനിക്ക് അയാളുടെ അസൂയാണ്, പക്ഷെ അയാളുടെ അഭിവൃദ്ധി, പ്രോസ്പെരിറ്റി അത് നേടിയെടുക്കണം എന്നുള്ളൊരാഗ്രഹം, അതിനാണ് എൻവി എന്ന് പറയുന്നത്. ദാറ്റ് മീൻസ് ഇറ്റ്സ് എ പോസിറ്റീവ് തിങ്. സോ എൻവി മീൻസ് ട്രൈങ് ടു അറ്റൈൻ ദി പ്രോസ്പെരിറ്റി ഓഫ് അതേഴ്സ്. എനിക്ക് അയാളുടെ അസൂയാണ്, പക്ഷെ ഞാൻ അയാൾക്ക് കിട്ടിയിട്ടുള്ള അഭിവൃദ്ധി എനിക്കും കിട്ടണമെന്ന ആഗ്രഹത്തോടു കൂടെ ഞാനത് നേടിയെടുക്കുന്നതിനാണ് എൻവി എന്ന് പറയുന്നത്. പക്ഷെ ജലസി എന്ന് പറയുന്നത് ശരിക്കും നെഗറ്റീവാണ്. എൻ്റെ അഭിവൃദ്ധി, എൻ്റെ സൗകര്യങ്ങൾ അതെൻ്റെ അയൽക്കാരന് അല്ലെങ്കിൽ എൻ്റെ കൊളീഗിന് ഉണ്ടാവാൻ പാടില്ല. അപ്പോൾ ഞാനതിന് എന്തെങ്കിലും അള്ളു പോകും. അപ്പോൾ എനിക്ക് നല്ല IT പ്രൊഫഷണൽ ആയിട്ടുള്ളൊരു ഭർത്താവൊക്കെ ഉണ്ട്. അപ്പോൾ എൻ്റെ കൂട്ടുകാരിക്ക് കല്യാണ അന്വേഷണങ്ങൾ ഹോസ്റ്റലിലേക്ക് വരുന്നുണ്ട്. ചിലർ പെണ്ണ് കാണാൻ വരുന്നുണ്ട്, അല്ലെങ്കിൽ ഹോസ്റ്റലിൽ മറ്റ് അന്വേഷണങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പം വരുന്ന കാര്യങ്ങളിലൊക്കെ ചെക്കന് കണ്ണ് കുറച്ചൊരു കള്ള ലക്ഷണമുണ്ട്, അല്ലെങ്കിൽ അവൻ്റെ മൂക്ക് കുറച്ച് നീണ്ടിട്ടാണ്, ഇങ്ങനെ ഓരോ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ട് ഞാൻ അവൾക്ക് വരുന്ന നല്ല ആലോചനകളൊക്കെ മുടക്കും. അതാണ് ജലസി. ദാറ്റ് മീൻസ് ദി പ്രോസ്പെരിറ്റി ഓഫ് അതേഴ്സ് ഇൻടോളറബിൾ എന്നാണ് പറയുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള കുറേ റൂബ്രിക്സ് ഉണ്ട്. അതിൽ പ്രധാനപ്പെട്ട കുറച്ചെണ്ണം നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇതാണ് അതിൽ ഒരു ഓവർകം ചെയ്യേണ്ടതായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത്. ബട്ട് ഡോണ്ട് വറി, വി വിൽ ഹെൽപ്പ് യു ഹൗ ടു ഓവർകം ദിസ് റൂബ്രിക്സ് വിത്ത് സിമിലർ ഡിക്ഷണറി മീനിങ്. ഇനി കുറച്ച് ജീവിത സാഹചര്യങ്ങളും കൂടെ നമ്മൾക്ക് നോക്കാം. ഇപ്പോൾ രോഗി ചെറിയ അസുഖങ്ങൾ ഉണ്ടാകുമ്പോഴേ വലിയ ബേജാറാണ്, മനസ്സിൽ വലിയ ടെൻഷനാണ്. ആങ്സൈറ്റി അബൌട്ട് സിമ്പിൾ ഡിസീസ്. ഇത് ഇനി അടുത്ത് വരുന്നൊരു 3-4 റൂബ്രിക്ക് വളരെ ശ്രദ്ധിക്കണം, കാരണം അത് തമ്മിൽ മേജർ ഡിഫറൻസ് വരുന്നുണ്ട്. പക്ഷേ പേഷ്യൻ്റ് ഇരുന്നത് മനസ്സിലാക്കുന്നതിൽ അല്ലെങ്കിൽ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതിൽ നമ്മൾ വളരെ ശ്രദ്ധിക്കണം. ഇപ്പോൾ ചെറിയ അസുഖങ്ങൾക്ക് വരെ വളരെ വലിയ ആദിയാണ്. ഇപ്പോൾ കാലിൽ ചെറിയൊരു മുറിവ് പറ്റിയിട്ടുണ്ടാവും, അയ്യോ ഇതിപ്പോൾ ഇനി ഡയബറ്റിക് ഗാംഗ്രീൻ ആവോ അല്ലെങ്കിൽ അൾസറൊക്കെ ആയിട്ട് മാറിപ്പോകുമ്പോൾ ആകെ വലിയ പ്രശ്നമാണ്. ചെറിയൊരു പനി ഉണ്ടാകുമ്പോഴൊക്കെ ഇനിയിപ്പോൾ ഇത് കൊറോണയൊക്കെ ആയിട്ട് മാറും ഡോക്ടറെ എന്നുള്ള വലിയൊരു പേടിയാണ്. അപ്പോൾ അതിന് നമ്മൾ എടുക്കേണ്ട റൂബ്രിക്ക് എന്താണ്? ആങ്ഷ്യസ് അബൌട്ട് സിമ്പിൾ ഡിസീസ്. ചെറിയ അസുഖം വന്നാൽ വലിയ ബേജാറും. അപ്പോൾ ആങ്സൈറ്റി ഹെൽത്ത് അബൌട്ട് എന്നുള്ള റൂബ്രിക്കാണ് അതിൽ വർക്കൗട്ട് ചെയ്യുന്നത്. ആങ്സൈറ്റി ഹെൽത്ത് അബൌട്ട്. ഇനി രണ്ടാമത്തെ കണ്ടീഷൻ, എല്ലാ ടെസ്റ്റുകളും നോർമലാണ്, പക്ഷെ എന്നാലും പേഷ്യൻറ്റിന് വലിയ ബേജാറാണ്. സി ഈസ് നോട്ട് സാറ്റിസ്ഫൈഡ്. അപ്പോൾ നിങ്ങളെ കാർഡിയ കംപ്ലൈൻ്റ് ഒക്കെ ഉണ്ടാവുന്ന കാര്യം നമ്മളെ ECG, എക്കോ കാർഡിയോഗ്രാഫി, മറ്റ് ടെസ്റ്റുകൾ, ലിപ്പിഡ് പ്രൊഫൈല്, എല്ലാ കാര്യങ്ങളും എല്ലാം ചെയ്തു, എല്ലാം കാണിച്ചിട്ടൊക്കെ നമ്മൾ അവരെ മുമ്പിൽ പ്രസൻറ്റ് ചെയ്ത് കൊടുത്തു. ഈ ടെസ്റ്റുകളൊക്കെ നോർമലാണ്, എന്നാലും പ്രശ്നമില്ലാണ്ട് നിങ്ങളൊന്നും മരുന്ന് കഴിക്കേണ്ടതെന്ന് നമ്മൾ പറയും. നമ്മൾ മരുന്ന് കഴിക്കേണ്ടതെന്ന് പറഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവർ തൊട്ടപ്പുറത്തുള്ള ഡോക്ടറെ അടുത്തേക്ക് പോയി. അങ്ങനെയുള്ള ഒരു പേഴ്സണാലിറ്റീസ്. അപ്പോൾ നമ്മളെടുത്ത് വരുമ്പോൾ തന്നെ അവരെടുത്ത് ഒരുപാട് പേപ്പേഴ്സ് ഉണ്ടാവും, മറ്റു ഡോക്ടേഴ്സും പറഞ്ഞിട്ടുണ്ടാവും അവരോട് ഇതിൽ കുഴപ്പങ്ങളൊന്നുമില്ല, മരുന്ന് കഴിക്കേണ്ട. എന്നാലും ഡോക്ടർ ഇതൊന്ന് നോക്കി, ഇതിന് വലിയ ഭാവിയിൽ ഇനിയിപ്പോൾ വേറെ എന്തെങ്കിലും ആയി തീരാൻ സാധ്യതയുണ്ട് എന്ന് പറയുന്ന പേഷ്യൻസ്. ആ കേസിൽ നമ്മൾ എന്താ റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യാം? മൈൻഡ് എന്നുള്ള ചാപ്റ്ററിൽ ഹൈപ്പോകോൺട്രിയാക്ക് എന്നുള്ളതാണ് റൂബ്രിക്ക്, അല്ലെങ്കിൽ ആങ്സൈറ്റി ഹൈപ്പോകോൺട്രിയാക്ക് എന്ന് പറഞ്ഞിട്ടുള്ള റൂബ്രിക്ക്. അപ്പോൾ ഇത് രണ്ടാമത്തെ കാറ്റഗറി. ഇനി മൂന്നാമത്തെ ഒരു കാറ്റഗറി, എന്ത് അസുഖം വന്നാലും അവർ ശ്രദ്ധിക്കില്ല. നമ്മൾ പറയും നിങ്ങൾ കൊളസ്ട്രോളൊക്കെ കുറയ്ക്കണം, അല്ലെങ്കിൽ ഇന്ന കാര്യങ്ങൾ, യൂറിക് ആസിഡ് വളരെ ഹൈ ആണ്, ഇപ്പോൾ നിങ്ങൾ ഡയറ്റൊക്കെ കൺട്രോൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളൊക്കെ വരും. അല്ലെങ്കിൽ ഷുഗറാണ്, ഇപ്പോൾ നിങ്ങൾ ദിവസം 20 മിനിറ്റ് നടക്കണം,
വളരെ കൺട്രോൾ വിട്ട രീതിയിലാണല്ലോ നിങ്ങൾ കിഡ്നിയൊക്കെ ഫെയിലിയർ ആയിപ്പോൾ എന്നൊക്കെ പറഞ്ഞാൽ അവരത് കെയർ ചെയ്യേയില്ല. അടുത്തവണ മരുന്നിനൊക്കെ വരും, പക്ഷെ ഒരു കാര്യം, ഫുഡിൻ്റെ കാര്യത്തിൽ ഡയറ്റ് എക്സസൈസ് ഒന്നും അവർ ശ്രദ്ധിക്കാത്ത ടൈപ്പ് പേഷ്യൻസ്. നോ ഫീലിംഗ് ഓൺ ഈസ് സഫറിങ്സ്. ഇത് വേറൊരു ടൈപ്പ് പേഴ്സണാലിറ്റിയാണ്. ഇതെങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യാം? ഇതൊക്കെ പേഷ്യൻ്റ് ഇങ്ങനെ ചെയ്യുമ്പോൾ, പേഷ്യൻ്റ് ഇങ്ങനെ പറയുമ്പോൾ നമുക്ക് അപ്പോൾ ഓർമ്മ വരണം കേട്ടോ, ഈ റൂബ്രിക്കാണ് എടുക്കേണ്ടത് എന്നുള്ളത്. അതിന് വരുന്ന റൂബ്രിക്കാണ് ഇൻഡിഫറൻസ്. മൈൻഡിൽ ഇൻഡിഫറൻസ് ആണ് റൂബ്രിക്. അതിൽ നല്ല ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള സബ് റൂബ്രിക്സും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഈ പറയുന്ന റൂബ്രിക്കുകളൊക്കെ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് എടുത്ത് വെച്ച് തന്നെ നോക്കണം. ആ റൂബ്രിക്സും അതിൻ്റെ സബ് റൂബ്രിക്സും നമ്മൾ അതിൻ്റെ കൂടെ തന്നെ പഠിക്കണമെന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറി. ഇനി നമുക്ക് വേറൊരു കാറ്റഗറി നോക്കാം. ഞാനൊരു രോഗിയാണ് എന്നുള്ളൊരു തോന്നലാണ് അവർക്ക്. കാര്യപ്പെട്ട അസുഖമൊന്നും ഉണ്ടാവില്ല, എന്നാലും ഞാനൊരു രോഗിയായിപ്പോയല്ലോ എന്നുള്ളൊരു തോന്നൽ. എന്നിട്ട് ഇങ്ങനെ നമ്മളെടുത്ത് വന്നിട്ട് മരുന്ന് കഴിക്കാൻ വരും. ഇതിലൊക്കെ മെഡിസിൻസ് ഡിഫറൻറ്റ് ഉണ്ട്. ഈ 4-5 റൂബ്രിക് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഒരു സിക്കാണ്, ഞാൻ എപ്പോഴും ഒരു രോഗിയായിപ്പോയല്ലോ എന്നുള്ളൊരു തോന്നൽ. എന്നിട്ട് അതിന് വേണ്ടിയിട്ട് നമ്മളെടുത്ത് എന്നും സ്ഥിരമായിട്ട് വന്ന് മരുന്ന് വാങ്ങിക്കൊണ്ടിരിക്കുക. അവർക്ക് കാര്യപ്പെട്ട പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല, അവിടെയും ഇവിടെയും ചെറിയ വേദനകൾ മറ്റു വിഷയങ്ങളൊക്കെ ഉള്ളൂ. പക്ഷേ ഒരു ജോലി അവർ ചെയ്യില്ല. വീട്ടിൽ ഇങ്ങനെ അസുഖമുണ്ട് എന്നുള്ള ഒരു കാരണം പറഞ്ഞിട്ട് ജോലി ചെയ്യാത്തൊരു ടൈപ്പ് പേഴ്സണാലിറ്റി ഒരു സബ് റൂബ്രിക് അതിൻ്റെ കീഴിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ റൂബ്രിക് വരുന്നത് മൈൻഡിൽ ഡെലൂഷൻ സിക്ക് ബീയിങ് എന്നാണ് റൂബ്രിക്. ആ സിക്ക് ബീയിങ്ങിന് താഴെ ഒരു സബ് റൂബ്രിക്കും കൊണ്ട് ബിക്കോസ് ഓഫ് ദാറ്റ് ഷീ ഈസ് നോട്ട് ഡൂയിങ് എനി വർക്ക്. സോ മൈൻഡ് ഡെലൂഷൻ സിക്ക് ബീയിങ്, ഞാൻ എന്നൊരു രോഗിയാണ് എന്ന് തോന്നലുള്ള ഒരു പേഴ്സണാലിറ്റി. സോ ദാറ്റ്സ് എ 4th കാറ്റഗറി. പിന്നെ വേറൊരു കാറ്റഗറി പേഷ്യൻസ് ഉണ്ട്, അസുഖമൊന്നും ഇല്ലെങ്കിലും എന്തെങ്കിലും അസുഖം ഉണ്ട് എന്ന് പറഞ്ഞിട്ട് സ്ഥിരമായിട്ട് വന്ന് മരുന്ന് കഴിച്ചുകൊണ്ടിരിക്കുന്ന പേഷ്യൻസ്. അത് മൈൻഡിൽ ഫീനിങ് സിക്ക് ടു ബി എന്നാണ്, FEIGNING, ഫീനിങ് സിക്ക് ടു ബി. ഈ റൂബ്രിക്കൊക്കെ നോക്കി കൊടുത്ത് നല്ല റിസൾട്ട് ഉണ്ടാവാറുണ്ട് കേട്ടോ. അപ്പോൾ ഞാനൊരു രോഗിയാണ് എന്നുള്ള തോന്നലുള്ളതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മെഡിസിനായിട്ട് കൊടുത്തിരിക്കുന്നത് കൽക്കീരിയ കാർബാണ്. പക്ഷേങ്കിൽ രോഗം ഉണ്ട് എന്ന് അഭിനയിച്ചിട്ട് അല്ലെങ്കിൽ സ്ഥിരമായിട്ട് മരുന്ന് വന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുക, അസുഖമൊന്നും ഇല്ലെങ്കിലും വന്ന് വാങ്ങിച്ചുകൊണ്ടിരിക്കുന്നതിൽ മൈൻഡ് ഫീനിങ് സിക്ക് ടു ബി എന്ന്. അതിൽ 2 പ്രധാനപ്പെട്ട മെഡിസിൻ പൾസാരിലാണ്, രണ്ടാമത്തെ മെഡിസിൻ ടാരൻറ്റുല ഹിസ്പാനയാണ്. ഈ 2 മെഡിസിനും നല്ല റിസൾട്ട് കിട്ടുന്നതാണ്. പ്രിറ്റൻഡിങ് ടു ബി സിക്ക്, അസുഖമൊന്നും ഇല്ലെങ്കിലും അസുഖമുള്ളതായിട്ട് ഭാവിച്ച് വന്നിട്ട് മരുന്ന് വാങ്ങിക്കുന്ന പേഴ്സണാലിറ്റി. സോ ഇതൊക്കെ നമ്മൾ റിവേഴ്സ് ഡയറക്ഷനിലാണ് ഇപ്പോൾ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനി ഒരു എക്സാമ്പിൾ, ഐ ഡോണ്ട് കെയർ അബൌട്ട് മണി. എനിക്ക് പൈസയൊന്നും വലിയ പ്രശ്നമൊന്നുമില്ല, പക്ഷേ ഡോക്ടറെ ഫീസ് വളരെ കൂടുതലാണ് ഡോക്ടറെ എന്ന് പറയും. മറ്റു ഡോക്ടർമാരായിട്ട് അടുത്തുള്ള അലോപ്പതി ഡോക്ടറൊക്കെ ആയിട്ട് നോക്കുമ്പോൾ നമ്മുടെ ഫീസ് വളരെ കൂടുതലാണ്. പൈസ ഒന്നും എനിക്കൊരു വിഷയം ഉണ്ടായിട്ടില്ല. അതെന്ത് പേഴ്സണാലിറ്റിയാണ്? എങ്ങനെയാണ് നമ്മളത് റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത്? പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, നമ്മളെ തൊട്ടടുത്തുള്ള അലോപ്പതി ഡോക്ടർ ചിലപ്പോൾ വാങ്ങുന്നത് നമ്മളെക്കാളും പകുതി ഫീ ആയിരിക്കും. പക്ഷേ നമുക്ക് പേഷ്യൻറ്റിന് അത് കൺവിൻസ് ചെയ്ത് കൊടുക്കാൻ പറ്റുന്നത് എന്ന് വെച്ചാൽ നമ്മൾ മെഡിസിൻ അടക്കമാണ് കൊടുക്കുന്നത്. അടുത്തുള്ള ഡോക്ടർ 100 രൂപ അല്ലെങ്കിൽ 200 രൂപ വാങ്ങുന്നുണ്ടെങ്കിൽ പിന്നെ ഒരു 500 രൂപയുടെ അല്ലെങ്കിൽ 250 രൂപയുടെ മെഡിസിൻ വേറെ പുറത്തേക്ക് എഴുതിയിട്ടുണ്ടാവും. പക്ഷെ നമ്മൾ മെഡിസിൻ അടക്കമാണ് കൊടുക്കുന്നത്. അത് പേഷ്യൻറ്റിനെ എപ്പോഴും നമുക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റണം. സോ ഡോക്ടറുടെ ഫീസ് വളരെ കൂടുതലാണ്. എങ്ങനെയാണ് നമ്മളിത് റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യുക? പേഷ്യൻ്റ് നമ്മുടെ ക്ലിനിക്കിൽ പറയുന്ന ഓരോ കാര്യങ്ങളും നമുക്ക് റൂബ്രിക്കായിട്ട് അല്ലെങ്കിൽ മെറ്റീരിയൽ ലാംഗ്വേജിലേക്ക് നമുക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. ഈ കേസിൽ നമ്മൾ എടുക്കേണ്ട റൂബ്രിക്ക് അവാരേസ് എന്നാണ്. പൈസയൊക്കെ ഉണ്ട്, എന്നാലും ചിലവാക്കാനുള്ള മടി. പക്ഷെ അവർ പിന്നെ ഉണ്ടാക്കണം എന്നുള്ളൊരു ആർത്തിയായിരിക്കും. കിട്ടുന്നത് മുഴുവൻ സമ്പാദിക്കണമെന്നുള്ള വിചാരമുള്ള പ്രകൃതമുള്ള പേഷ്യൻസ് ആയിരിക്കും ഈ അവാരീസ് എന്ന് പറയുന്നത്. പിന്നെ വേറൊരു കണ്ടീഷൻ, കല്യാണം കഴിഞ്ഞ ഉടനെ വേറെ ഫ്ലാറ്റൊക്കെ എടുത്ത് പോയി. കല്യാണമൊക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം തന്നെ ഭാര്യ ഭർത്താവും മോനും മരുമകളും കൂടെ വേറെ വീടൊക്കെ എടുത്ത് പോയി. തൻ്റെതായ ഒരു ജീവിതം ഉണ്ടാക്കണം എന്നുള്ളൊരു എപ്പോഴും അങ്ങനെ വിചാരിക്കുന്ന ഒരു പ്രകൃതമുള്ള ആൾക്കാർ. അതെങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യുക? അവർക്ക് അവരുടെ കാര്യം മാത്രമേ ഉണ്ടാവുള്ളൂ, പേരൻസിൻ്റെ കാര്യം അവർ ശ്രദ്ധിക്കില്ല. എനിക്ക് എൻ്റെതായ എൻ്റെ ജോലി, എൻ്റെ അഭിവൃദ്ധി അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയം, ആ ഒരു ചിന്ത മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. സെൽഫിഷ് എന്നുള്ളതാണ് നമ്മൾ ആ റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യുക. അത് നമുക്ക് അങ്ങനെ തന്നെ കിട്ടും. ഡോക്ടർ അവൻ കല്യാണം കഴിഞ്ഞ് പിറ്റേ ആഴ്ച തന്നെ അവനും ഭാര്യയും കൂടെ വേറെ, ഞങ്ങൾ വീടിൻ്റെ അടുത്തൊക്കെ തന്നെയാണ്, പക്ഷേ വേറൊരു വീടൊക്കെ വാടക വീടൊക്കെ എടുത്ത് പോയി. സ്വന്തമായിട്ട് വീടുണ്ടാക്കാൻ അവന് പൈസയൊന്നുമില്ല, അപ്പോൾ വേറൊരു വാടക വീടൊക്കെ എടുത്ത് അവനങ്ങ് പോയി. എൻ്റെ വീട്ടിൽ സൗകര്യക്കുറവൊന്നും ഉണ്ടായിട്ടില്ല, പക്ഷെ അവർക്ക് അങ്ങനെ തോന്നി. ദാറ്റ് ഈസ് സെൽഫിഷ് എന്ന്. പിന്നെ പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാർക്ക് നമ്മളെങ്ങനെ റൂബ്രിക്ക് വേണ്ടി, അവരോട് ഒരു തമാശ പോലും പറയാൻ പറ്റില്ല. എന്ത് പറഞ്ഞാലും പെട്ടെന്ന് അവർക്ക് മനസ്സിൽ കൊള്ളും, അവർ കരയാൻ തുടങ്ങും. അങ്ങനെയുള്ള പ്രകൃതമുള്ള പേഷ്യൻസ് ഉണ്ട്. അത് മറ്റേ റിലേറ്റീവ്സ് തന്നെ പറയും, ഡോക്ടറെ ഇവളോട് ഭർത്താവിനെ വന്നിട്ട് പറയും,
സാറേ ഇവരോട് ഒന്നും തമാശയായിട്ട് പോലും ഒന്നും പറയാൻ പറ്റില്ല, അപ്പോഴൊക്കെ നിങ്ങൾക്ക് അങ്ങോട്ട് കരച്ചിൽ തുടങ്ങും, ഭയങ്കരമായിട്ട് ഫീൽ ചെയ്യുന്നു പറയും. പെട്ടെന്ന് സെൻസിറ്റീവായിട്ടുള്ള അല്ലെങ്കിൽ ഫീൽ ചെയ്യുന്ന ആൾക്കാർ. അതെങ്ങനെ നമ്മൾ റൂബ്രിക്കായിട്ട് വർക്കൗട്ട്. പേഷ്യൻ്റ് ഓരോ സിംറ്റം പറയുമ്പോഴും അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർ ഓരോ സിംറ്റം പറയുമ്പോഴും നമ്മുടെ മനസ്സിൽ അതിനുള്ള റൂബ്രിക്ക് വന്നു കഴിഞ്ഞാൽ നമ്മൾ കറക്റ്റായിട്ടുള്ള മെഡിസിൻ കിട്ടും. ഒഫൻഡഡ് ഈസിലി എന്നാണ് അതിൽ റൂബ്രിക്ക് വരുന്നത്. പെട്ടെന്ന് ഫീൽ ചെയ്യുന്ന ആൾക്കാർ ഒഫൻഡഡ് ഈസിലി. ഇപ്പം ഇതിൽ തന്നെ വേറൊരു കാറ്റഗറി ഉണ്ട്. ഇപ്പോൾ പത്രത്തിലൊരു വാർത്ത വായിച്ചു, അതിർത്തിയിലൊരു യുദ്ധം നടക്കണം, അല്ലെങ്കിൽ മറ്റേതോ സംസ്ഥാനത്ത് ഒരു ട്രെയിൻ ആക്സിഡൻറ്റ് ഉണ്ടായി, അല്ലെങ്കിൽ കൊറോണ ആയിട്ട് ഗൾഫിൽ ഒരാൾ മരിച്ചു. അപ്പോൾ അത് വല്ലാണ്ട് ഇവർക്ക് അങ്ങ് ഫീൽ ചെയ്യാണ്. ഇങ്ങനെയുള്ള വാർത്തകളൊന്നും കേൾക്കാൻ പോയി. ഇവരുടെ റിലേറ്റീവ്സ് ഒന്നും മരിച്ചിട്ടില്ല, അല്ലെങ്കിൽ ഇവരുടെ റിലേറ്റീവ്സിന് ആർക്കും അപകടമൊന്നും പറ്റിയിട്ടില്ല. പക്ഷെ വേറെ ആർക്കോ പറ്റിയതാണ്, അത് പത്രത്തിൽ വായിച്ചതാണ് അല്ലെങ്കിൽ ചാനലിൽ കണ്ടതാണ്, ഇങ്ങനെ വിഷയങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഈ ഒഫൻഡഡ് ഈസിലിയുടെ വേറൊരു വേർഷനാണ് അത്, നമ്മളിത് എടുക്കുമ്പോൾ ശ്രദ്ധിക്കണം. അപ്പോൾ എങ്ങനെയാണ് അത് റൂബ്രിക്കായിട്ട് വർക്കൗട്ട് ചെയ്യുക? മറ്റാർക്കോ സംഭവിച്ച കാര്യങ്ങൾ അല്ലെങ്കിൽ എവിടെയോ സംഭവിച്ച കാര്യങ്ങൾ വല്ലാണ്ട് മനസ്സിൽ കൊണ്ടിട്ട് പിന്നെ അന്ന് ഉറങ്ങാൻ പറ്റണില്ല, കുറച്ച് ദിവസം ആകെ പ്രശ്നമാണ്, ഭക്ഷണമൊന്നും കഴിക്കുന്നില്ല, മനസ്സിനാകെ കൂടി ഒരു ആദ്യം പിടിച്ച് നിൽക്കുന്ന കണ്ടീഷൻ. അപ്പോൾ അതിന് റൂബ്രിക്ക് കുറച്ച് വ്യത്യാസമുണ്ട്. മൈൻഡ് എന്നുള്ള ചാപ്റ്ററിൽ കെൻഡിലൊക്കെ കൊടുത്തിരിക്കുന്ന റൂബ്രിക്ക് എന്ന് പറഞ്ഞാൽ ഹൊറിബിൾ തിങ്സ് സാഡ് സ്റ്റോറീസ് അഫക്ട്സ് ഹെർ പ്രൊഫൗണ്ട്ലി എന്നാണ്. ഹൊറിബിൾ തിങ്സ് സാഡ് സ്റ്റോറീസ് അഫക്ട്സ് ഹെർ പ്രൊഫൗണ്ട്ലി. അവർക്കൊരു വാർത്തയും വായിക്കാൻ പറ്റില്ല. അപ്പോൾ ഇത് ഒഫൻഡഡ് ആയിട്ട് നമ്മൾ കൺഫ്യൂഷൻ ആവരുത്. ഒഫൻഡഡിൽ അവരുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പ്രശ്നങ്ങളായിരിക്കും. ബട്ട് ഹൊറിബിൾ തിങ്സ് സാഡ് സ്റ്റോറീസ് അഫക്ട്സ് ഹെർ പ്രൊഫൗണ്ട്ലി എന്നുള്ളതിൽ വരുന്നത് എവിടെയോ എന്തോ ആർക്കോ സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ ഇവർക്ക് മനസ്സിൽ കൊണ്ടിട്ട് ഉറക്കില്ലായ്മ, ഭക്ഷണം കഴിക്കാണ്ടിരിക്കുക, മനസ്സിനെ ആദ്യം പിടിക്കുന്നതിനാണ് ഒഫൻഡഡ് ഈസിലി എന്ന് പറയുന്നത്. ദെൻ കെന്നിൻ്റെ റെപ്പോർട്ടറിലും സിന്തസിലൊക്കെ ആയിട്ട് കൊടുത്തിരിക്കുന്ന 2-3 റൂബ്രിക്കാണ്. ഫോർസേക്കൺ, ഡിസേർട്ടഡ് ആൻഡ് ഓർഫൻ. ഇത് മൂന്നും നമുക്ക് എപ്പോഴും ആവശ്യം വരാറുള്ള ഒരു റൂബ്രിക്കാണ്. അപ്പോൾ എന്ത് കണ്ടീഷനിലാണ് നമ്മൾ ഫോർസേക്കൺ എന്നുള്ള റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യുക? പേഷ്യൻ്റ് നമ്മളോട് എന്താണ് ഈ ഇത് റിലേറ്റഡ് ആയിട്ട് പറയുക എന്നുള്ളത്. ഒരു സിമ്പിളായിട്ടുള്ള ഒരു എക്സാമ്പിൾ പറഞ്ഞാൽ, വീട്ടിൽ അച്ഛനെ അമ്മയൊന്നും ഞങ്ങളെ ഒന്നും ശ്രദ്ധിക്കണില്ല. അപ്പോൾ ഒരു പെൺകുട്ടി വന്നിട്ട് പറയാണ്, അപ്പോൾ ഞാൻ കോളേജിൽ പോയപ്പോൾ എൻ്റെ ഒരു കൂട്ടുകാരൻ, അവന് എന്നോട് കുറച്ചൊരു സ്നേഹമൊക്കെ ഉള്ളതായിട്ട് തോന്നി, അങ്ങനെ ഞാൻ അവനായിട്ട് ലവ് അഫെയർ ആയി. ഇത് ശരിക്കും ഫോർസേക്കണാണ്. എന്നുവെച്ചാൽ പാരൻസിൻ്റെ കെയർ കിട്ടുന്നില്ല, അപ്പം കെയർ കിട്ടുമെന്ന് തോന്നുന്ന അല്ലെങ്കിൽ ആ രീതിയിൽ സംസാരിക്കുന്ന, എന്നെ പരിഗണിക്കുന്ന ഒരാളുമായിട്ട് ഞാൻ ലവ് അഫെയർ ആയി. സോ ദാറ്റ് ഈസ് വൺ എക്സാമ്പിൾ ഓഫ് ഫോർസേക്കൺ എന്നുള്ളതാണ്. ഇപ്പോൾ അതിനകത്തൊരു എക്സാമ്പിൾ, ഇപ്പോൾ നമ്മൾ സാധാരണ ഈ റൂബ്രിക്ക് ഏറ്റവും കൂടുതൽ വർക്കൗട്ട് ചെയ്യാറുള്ളത് ഒന്ന് ചിൽഡ്രൻ ഓഫ് ഓർഫനേജസ് അല്ലെങ്കിൽ ഇൻമേറ്റ്സ് ഇൻ ഓൾഡ് ഏജ് ഹോം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം, ഈ ഫോർസേക്കൺ ഫീലിംഗ് എന്ന് പറയുമ്പോൾ, ഉദാഹരണമായിട്ട് ഇപ്പോൾ ഓർഫനേജിലെ കുട്ടികൾ എന്ന് പറയുമ്പോൾ പണ്ടത്തെ പോലെയൊന്നും അല്ല. ഇപ്പോൾ അവർക്ക് നല്ല വിദ്യാഭ്യാസമുണ്ട്, നല്ല വസ്ത്രം കൊടുക്കുന്നുണ്ട്, നല്ല ഭക്ഷണം കൊടുക്കുന്നുണ്ട്, കരിയർ ഗൈഡൻസ് ഒക്കെ ഇന്ന് മിക്കവാറും എല്ലാ ഓർഫനേജുകളിലും കൊടുക്കുന്നുണ്ട്. എന്നാലും റോട്ടിലൂടെ ഒരു കുട്ടി അവൻ്റെ അച്ഛൻ്റെ കൈ പിടിച്ചങ്ങനെ പോകുന്നത് കാണുമ്പോൾ എനിക്കും അതുപോലെ ഒരു അച്ഛൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെങ്കിൽ ഒരു അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ള തോന്നൽ, അതാണ് ഫോർസേക്കൺ ഫീലിംഗ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ ഇപ്പോൾ ഓൾഡ് ഏജ് ഹോമിൽ മക്കൾ സ്റ്റേറ്റ്സിൽ നിന്നൊക്കെ കൃത്യമായിട്ട് ഓൾഡ് ഏജ് ഹോമിലേക്ക് പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്. പക്ഷെ എന്നാലും വയസ്സാം കാലത്ത് എൻ്റെ കൂടെ ഉണ്ടാവേണ്ട എൻ്റെ മക്കളും പേരക്കുട്ടികളും അവരൊന്നും എൻ്റെ കൂടെ ഇല്ല എന്ന്. അതിൽ രണ്ടാമത്തെ പിക്ചർ നോക്കിയാൽ നിങ്ങൾക്കത് മനസ്സിലാവും. വയസ്സാം കാലത്ത് എൻ്റെ കൂടെ ഉണ്ടാവേണ്ട മക്കൾ അല്ലെങ്കിൽ പേരക്കുട്ടികൾ അവരൊന്നും ഇല്ലല്ലോ എന്നുള്ള തോന്നൽ. ഇത് പൈസ കിട്ടിയിട്ടൊന്നും കാര്യമില്ല. അതിൽ അവർക്ക് വേണ്ടത് ഗ്രാൻഡ് ചിൽഡ്രൻ, കുട്ടികളുടെ കൂടെ കളിക്കുക, അവരുടെ മക്കളെ കൂടെ ജീവിതകാലം ചെലവഴിക്കുക എന്നുള്ളതാണ് അവരുടെ ആഗ്രഹം. നിങ്ങൾ എത്ര പൈസ അയച്ചു കൊടുത്തിട്ടും കാര്യമില്ല. അപ്പോൾ അതാണ് ഫോർസേക്കൺ എന്ന് പറയുന്നത്. എന്ന് വെച്ചാൽ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ല എന്നുള്ളൊരു തോന്നൽ. ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ 3 എക്സാമ്പിളിൽ അതാണ്. അവർക്ക് പാരൻസ് ഉണ്ട്, ആദ്യത്തെ ലവ് അഫെയറിൽ പാരൻസ് ഉണ്ട്, പക്ഷെ ഉണ്ടായിട്ടും കാര്യമൊന്നുമില്ല. ഓൾഡ് ഏജ് ഹോമിൽ മക്കൾ പൈസ അയച്ചു കൊടുക്കുന്നുണ്ട്, മക്കളൊക്കെ ജീവിച്ചിരിപ്പുണ്ട്, പക്ഷെ അവരുണ്ടായിട്ടും കാര്യമൊന്നുമില്ല. അപ്പോൾ എല്ലാം ഉണ്ടായിട്ടും ഒന്നുമില്ല എന്നുള്ളൊരു തോന്നൽ. ഇത് നമ്മളടുത്ത് പേഷ്യൻസ് വന്ന് പറയാറുണ്ട്, ഡോക്ടറെ മക്കൾ 3-4 ഉണ്ട്, പറഞ്ഞിട്ട് എന്താ കാര്യം, ഒറ്റ തിരിഞ്ഞു നോക്കൂല, എനിക്ക് എൻ്റെ കാര്യങ്ങളൊക്കെ ഞാൻ ചില്ലറ അപ്പുറത്തെ വീട്ടിൽ ജോലിക്ക് പോയിട്ടും അല്ലെങ്കിൽ മുമ്പിലുള്ള കടയിലൊക്കെ അടിച്ചു വാരി കൊടുത്തിട്ടും അങ്ങനെയൊക്കെയാണ് ഞാൻ ജീവിച്ചത്, മക്കളൊക്കെ നല്ല നിലയിലാണ്, ആരും നോക്കൂല. അപ്പോൾ അതാണ് ഫോർസേക്കൺ എന്നുള്ള റൂബ്രിക്ക്. അത് ആ കണ്ടീഷനിൽ നമുക്ക് തോന്നണം, ഇങ്ങനെ ഒരു സാഹചര്യം പേഷ്യൻ്റ് പറയുമ്പോൾ ഈ റൂബ്രിക്കാണ് അതിൽ എടുക്കേണ്ടത് എന്നുള്ളത്. അപ്പോൾ അതേപോലെ ഡിസർട്ടഡ് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക്ക് ഉണ്ട്. ചില റിപ്പോർട്ടിൽ അതിൽ മെഡിസിൻസ് കൊടുത്തിട്ടില്ല. അപ്പോൾ ഈ ഫോർസേക്കണും ഡിസർട്ടഡും തമ്മിൽ ചെറിയൊരു ഡിഫറൻസ് ഉണ്ട്. ഡിസർട്ടഡ് എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ അത്യാവശ്യമുള്ള സന്ദർഭത്തിൽ ഒരാൾ നമ്മൾ സഹായിക്കുമെന്ന് കരുതിയിരുന്ന ഒരാൾ നമ്മളെ സഹായിക്കാതിരിക്കുന്നതിനാണ് ഡിസർട്ടഡ് എന്ന് പറയുന്നത്.
ഒരു ലേഡി വന്നിട്ട് പറയാണ്, ഡോക്ടറെ എൻ്റെ ഭർത്താവ് ഗൾഫിലാണ്. അപ്പോൾ ഭർത്താവ് അയച്ചു തരുന്ന കാശ് കൊണ്ട് ഞാൻ എൻ്റെ മദർ ഇൻ ലോൻ്റെ, സിസ്റ്റർ ഇൻ ലോൻ്റെ, അമ്മായിപ്പൻ്റെ, അമ്മായിമ്മയുടെ എല്ലാ കാര്യങ്ങളും ഞാൻ നോക്കുന്നുണ്ട്. അവരുടെ ഒരു ഭർത്താവിൻ്റെ ഒരു അനിയത്തി ഉണ്ടായിരുന്നു. അനിയത്തിയുടെ കല്യാണം ഞാൻ വളരെ നന്നായിട്ട് നടത്തി കൊടുത്ത്. ഭർത്താവിന് വരാൻ പറ്റാത്ത സാഹചര്യമായിരുന്നു. പിന്നെ അവരുടെ ചെറിയ കുട്ടിയുടെ അഡ്മിഷൻ ഉണ്ടായിരുന്നു സ്കൂളിൽ, അതൊക്കെ ഞാൻ ശരിയായി കൊടുത്തു. അങ്ങനെ അവരുടെ എല്ലാ കാര്യങ്ങളും എൻ്റെ ഭർത്താവ് അയച്ചു തരുന്ന കാശ് കൊണ്ട് ഞാൻ നോക്കി നടത്തുന്നുണ്ട്. പക്ഷേങ്കിൽ എനിക്ക് എൻ്റെ കുട്ടിക്കൊരു പ്രശ്നം വന്നപ്പോൾ, അല്ലെങ്കിൽ എനിക്കൊരു പ്രശ്നം വന്നപ്പോൾ ഈ ഭർത്താവിൻ്റെ വീട്ടുകാർ ആരും എന്നെ തിരിഞ്ഞു നോക്കിയില്ല. ഞാൻ ആകെ ഒറ്റപ്പെട്ട പോലെ ആയിപ്പോയി എന്ന് പറഞ്ഞു. അതാണ് ശരിക്കും ഡിസർട്ടഡ് എന്ന് പറയുന്നത്. സോ ഫോർസേക്കൺ എന്ന് പറയുമ്പോൾ ഫീലിംഗ് ഓഫ് ബീയിങ് ലെഫ്റ്റ് അലോൺ. ബട്ട് ഡിസർട്ടഡ് എന്ന് പറയുമ്പോൾ ഫീലിംഗ് ഓഫ് ബീയിങ് ലെഫ്റ്റ് അലോൺ വെൻ മോസ്റ്റ് നീഡഡ്. ഞാൻ ഒരുപാട് സഹായിച്ചിട്ടുണ്ട് അവരെ, പക്ഷേ എനിക്കൊരു ക്രിട്ടിക്കൽ സ്റ്റേജ് വന്നപ്പം എന്നെ ആരും തിരിഞ്ഞു നോക്കിയില്ല. അങ്ങനെ ഞാൻ ഒറ്റപ്പെട്ടു പോയ അവസ്ഥയിലായിപ്പോയി. അതാണ് ഡിസർട്ടഡ് എന്ന് പറയുന്നത്. ഇപ്പോൾ സിന്തസിസ് റെപ്പർട്ടറിയിലാണെങ്കിലും അതേപോലെ കംപ്ലീറ്റ് റെപ്പർട്ടറിയിലാണെങ്കിലും നല്ലൊരു റൂബ്രിക് ഉണ്ട്. ഓർഫൻ എന്ന് പറഞ്ഞിട്ടും ഒരു റൂബ്രിക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ 3 റൂബ്രിക്കും തമ്മിലുള്ള ഡിഫറൻസ് നമ്മളൊന്ന് ജസ്റ്റ് മനസ്സിലാക്കണം. പേഷ്യൻ്റ് സാഹചര്യങ്ങൾ പറയുമ്പോൾ നമുക്കത് റൂബ്രിക്കായിട്ട് എടുക്കാനും തോന്നണം. സോ ഐ ഫീൽ വെരി ലോൺലി, നോ വൺ ടേക്കിംഗ് കെയർ ഓഫ് മീ, ദാറ്റ് ഈസ് ആക്ച്വലി ദി ഫോർസേക്കൺ എന്നുള്ളതാണ്. ഇനി വേറെയുള്ള കുറച്ച് ഇതേപോലെയുള്ള ജീവിത സാഹചര്യങ്ങൾ നമുക്കൊന്നും കൂടെ കൺവേർട്ട് ചെയ്ത് നോക്കാം. സമൂഹമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ആൾക്കാരും, കീപ്പിംഗ് എ ഡിസ്റ്റൻസ് വിത്ത് സോഷ്യൽ റിലേഷൻസ് എന്നുള്ളതാണ്. എന്ന് വെച്ചാൽ അവർ രാവിലെ ജോലിക്ക് പോകുന്നത്, പുറത്ത് കാണുന്ന ആരുമായിട്ടൊന്നും സംസാരിക്കുകയൊന്നുമില്ല. വൈകിട്ട് അവർ തിരിച്ചു വരുന്ന അവർ വീട്ടിൻ്റെ ഉള്ളിലിരിക്കുന്നു. തൊട്ട് മുമ്പിലുള്ള അയൽവക്കത്ത് എന്ത് സംഭവിക്കുന്നു എന്നുള്ളത് അവർക്കൊരു വിഷയമല്ല. ഞാൻ, എൻ്റെ ഭർത്താവ് ഒരു തട്ടാൻ, അല്ലെങ്കിൽ എല്ലാ സോഷ്യൽ ഡിസ്റ്റൻസിനും അത് അവരുടെ ഒരു പ്രത്യേകതയാണ്. അല്ലാണ്ട് അവർക്ക് പ്രത്യേകിച്ചൊരു ഇതൊന്നും ഉണ്ടായിട്ടൊന്നുമല്ല. ബട്ട് അയൽവക്കാരോട് പ്രത്യേകിച്ച് ദേഷ്യം ഉണ്ടായിട്ടൊന്നുമല്ല. അവരങ്ങനെയാണ്, സ്വന്തം കാര്യം സിന്ദാബാദ് എന്ന് നമ്മൾ പറയാറില്ല. ആ കേസിൽ നമുക്ക് വർക്കൗട്ട് ചെയ്യാവുന്ന 2 റൂബ്രിക് ഉള്ളത്. ഒന്ന് അലൂഫ് എന്ന് പറഞ്ഞിട്ടൊരു റൂബ്രിക് ഉണ്ട്. അതാണ് ഏറ്റവും കറക്റ്റായിട്ടുള്ള റൂബ്രിക്. കീപ്പിംഗ് എ ഡിസ്റ്റൻസ് ഫ്രം സോഷ്യൽ റിലേഷൻസ്. അവർക്ക് അവരുടെ ഭാര്യ ഭർത്താവ് അത്രയ്ക്ക് മാക്സിമം ഉണ്ടാവുള്ളൂ. അതിൻ്റെ അപ്പുറത്ത് അമ്മാവന്മാർ, അമ്മായി, അങ്ങനെയുള്ള റിലേഷൻസ്, അയൽവാസികളായിട്ടുള്ള റിലേഷൻസ് ഒന്നും ഉണ്ടാവില്ല. അതിന് ഏറ്റവും കറക്റ്റ് വേർഡ് അലൂഫ് എന്ന് പറഞ്ഞിട്ടുള്ള റൂബ്രിക്കാണ്. അത് പുതിയ റെപ്പർട്ടറിയിലേക്കേ ഉള്ളൂ. അല്ലെങ്കിൽ നമുക്ക് റിസർവ്ഡ് എന്ന് പറഞ്ഞിട്ട് ഒരു അനദർ റൂബ്രിക് കെൻഡിലൊക്കെ കൊടുത്തിട്ടുണ്ട്. ഈ റിസർവ്ഡ് എന്ന് പറഞ്ഞ പേഷ്യൻസും അലൂഫും തമ്മിൽ കുറച്ചൊരു ഡിഫറൻസ് തന്നെയുണ്ട്. ഇപ്പോൾ റിസർവ്ഡ് പേഴ്സണാലിറ്റി അവർ കൂടുതൽ സംസാരിക്കാത്ത പ്രകൃതിയൊക്കെ ആണെങ്കിലും ഒരു സിറ്റുവേഷൻ വരുമ്പം അവർ വേണ്ട രീതിയിൽ കാര്യങ്ങളൊക്കെ ചെയ്യും. അതാണ് റിസർവ്ഡിൻ്റെ ഒരു പ്രത്യേകത. ബട്ട് അലൂഫ് എന്ന് പറയുമ്പം യാതൊരുവിധ റിലേഷൻസും മറ്റാരുമായിട്ടും അത് അവർ കണ്ടിന്യൂ ചെയ്യില്ല എന്നുള്ളതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. ഇനി വേറൊരു ടൈപ്പ് പേഴ്സണാലിറ്റി വന്നിട്ട് പറയാം, ഡോക്ടറെ ഞാൻ വീട്ടിലെ കാര്യങ്ങളൊന്നും നോക്കല്ല, അതൊക്കെ ഭാര്യ നോക്കിക്കോളും. കുട്ടികളെ പഠനമാണെങ്കിലും മറ്റ് അസുഖം വരുമ്പോൾ ഡോക്ടറെ അടുത്ത് കൊണ്ടുപോകാനാണെങ്കിലും അതൊക്കെ ഭാര്യ നോക്കിക്കോളും, ഞാനതൊന്നും ശ്രദ്ധിക്കാറില്ല എന്നൊരു പേഷ്യൻ്റ് വന്നിട്ട് പറയാം. എങ്ങനെ നമ്മളത് റൂബ്രിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും? ഐ നെവർ ഇൻവോൾവ് ഇൻ ഫാമിലി മാറ്റേഴ്സ്, വൈഫ് ആൾവേസ് ടേക്ക് കെയർ ഓഫ് ദം. അതിന് വരുന്ന റൂബ്രിക്കാണ് അപ്പതി എന്നുള്ളതാണ്. എ ടൈപ്പ് ഓഫ് ഇൻഡിഫറൻസ്. ശരിക്ക് അച്ഛനും കൂടെ നോക്കിയാലേ മക്കളുടെ വിദ്യാഭ്യാസം നന്നാവുള്ളൂ, അച്ഛനും കൂടെ നോക്കിയാലേ മക്കളുടെ ഡിസിപ്ലിൻ നന്നാവുള്ളൂ, മക്കളുടെ മൊറയിൽ നന്നാവുള്ളൂ. അപ്പോൾ അതിന് ഒരു ഭാര്യ മാത്രം ശ്രദ്ധിച്ചിട്ട് കാര്യമൊന്നുമില്ല. സാധാരണ നമ്മുടെ ഇതിൽ പറയാറുണ്ട്, അച്ഛൻ വളർത്തണം, നല്ല കുട്ടികൾക്ക് ഡിസിപ്ലിൻ ഉണ്ടാവുള്ളൂ, മറ്റു കാര്യങ്ങളിലൊക്കെ ശ്രദ്ധ ഉണ്ടാവുള്ളൂ എന്ന് പറയാറുണ്ട്. പക്ഷേ ഇയാൾ അതൊന്നും ശ്രദ്ധിക്കില്ല. സോ ദി റൂബ്രിക് ഈസ് അപ്പതി എന്നാണ് ഇതിൽ റൂബ്രിക് വർക്കൗട്ട് ചെയ്യുന്നത്. പിന്നെ ഒരു പേഷ്യൻ്റ് വന്നിട്ട് പറയാണ്, എൻ്റെ അമ്മ മരിച്ചു, അതോടുകൂടെ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ടു. ഫോട്ടോഗ്രാഫ് നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കുക. അമ്മയുടെ സെമിത്തേരിയിൽ അമ്മയുടെ അടുത്ത് പോയിട്ട് ഇങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. അമ്മയായിരുന്നു എല്ലാം, അമ്മ പോയതോടുകൂടെ എൻ്റെ ലൈഫേ പോയി ഡോക്ടർ എന്ന് പറയാം. അതിന് എക്സാക്റ്റ് ആയിട്ടുള്ള റൂബ്രിക് എന്താണ് ശരിക്കും? അവിടെ നിന്ന് നമ്മൾ ശരിക്കും എലിമെൻറ്റ്സ് ഫ്രം ഗ്രീഫ് അങ്ങനെയൊന്നല്ല എടുക്കേണ്ടത്. ഈ പറയുന്നത് പ്രത്യേകം ശ്രദ്ധിക്കണം. അതായത് എൻ്റെ അമ്മയായിരുന്നു എല്ലാം, അമ്മ മരിച്ചു, അതോടുകൂടെ എൻ്റെ ജീവിതമേ പോയി എന്ന് പറയണം. അല്ലാണ്ട് അമ്മ മരിച്ചതിൽ എനിക്ക് വിഷമമുണ്ടെന്നല്ല പേഷ്യൻ്റ് പറഞ്ഞിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റ് റൂബ്രിക് ബെറിയൂവ്മെൻ്റ് എന്നാണ് റൂബ്രിക് കൊടുത്തിരിക്കുന്നത്. സിന്തസിസ് റെപ്പർട്ടറിയിൽ, കംപ്ലീറ്റ് റെപ്പർട്ടറിയിലൊക്കെയുള്ള റൂബ്രിക്കാണ് ബെറിയൂവ്മെൻറ്റ്. പിന്നെ ഞാനൊരു പുതിയ സ്കൂളിൽ ചേർന്നു. അപ്പോൾ എന്നെ പാരൻസിന് ട്രാൻസ്ഫർ ആയപ്പോൾ അവരെന്നെ വേറൊരു സ്കൂളിൽ ചേർത്തി. അപ്പോൾ ഞാൻ ഈ സ്കൂളിൽ എനിക്ക് അഡ്ജസ്റ്റ് ചെയ്യാനൊന്നും അത്ര പറ്റുന്നില്ല. എൻ്റെ പഴയ സ്കൂളിൽ എനിക്ക് നല്ല ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ ഫ്രണ്ട്സിനൊക്കെ എനിക്ക് വല്ലാണ്ട് നഷ്ടപ്പെട്ടു. ഞാൻ അവരെ അങ്ങോട്ട് വല്ലാണ്ട് മിസ് ചെയ്യുന്നു. അതുകൊണ്ട് ഞാനൊരു ഒറ്റപ്പെട്ട പോലെയായി ഈ പുതിയ സ്കൂളിൽ വന്നിട്ടുണ്ട്. അവർക്ക് സാഹചര്യങ്ങളായിട്ട് അങ്ങോട്ട് അഡാപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ല. മിക്ക കുട്ടികൾക്കും കുറച്ച് കഴിയുമ്പോൾ ഫ്രണ്ട്സിനൊക്കെ ഉണ്ടാവും. സോ ആഫ്റ്റർ കമ്മിങ് ടു ന്യൂ സ്കൂൾ ഐ ആം മിസ്സിങ് മൈ ഫ്രണ്ട്സ് എന്നുള്ളതാണ്. എങ്ങനെ നമ്മളിത് റൂബ്രിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും?
അപ്പോൾ നിങ്ങളുടെ മനസ്സിലുള്ള റൂബ്രിക്കൊക്കെ ശരിയായിരിക്കാം കേട്ടോ. നമ്മൾ ഇതിനൊരു ഒറ്റ റൂബ്രിക്ക് അങ്ങനെയൊന്നുമല്ല നമ്മൾ പറയുന്നത്. ഇതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള പല റൂബ്രിക്സ് ഉണ്ടാവും. എന്നാലും മോസ്റ്റ് അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള റൂബ്രിക്ക് നമ്മളിതിൽ പ്രസൻറ്റ് ചെയ്യണം. റിലേറ്റഡ് റൂബ്രിക്സ് ധാരാളം ഉണ്ടാവും. ശരിക്കും അതിൻ്റെ കറക്റ്റ് റൂബ്രിക് എന്ന് പറയുന്നത് ഡെസോലേറ്റ് എന്നാണ്. ദാറ്റ് മീൻസ് ലോൺലിനെസ് ആഫ്റ്റർ സംവൺ യു ലവ് ഡൈഡ് ഓർ ലെഫ്റ്റ്. ഒരു ഏകാന്തത അനുഭവിക്കുകയാണ്. പുതിയ സ്കൂളിൽ കുട്ടികളൊക്കെ ഉണ്ട്, പക്ഷെ എന്നാലും ഈ കുട്ടി ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കും, ആരുമായിട്ടൊന്നും അങ്ങനെ മിങ്കിൾ ചെയ്യൂല. പഴയ ക്ലാസ്സിലെ കുട്ടികളൊക്കെ പഴയ സ്കൂളിലെ കുട്ടികളെ ഓർമ്മയിൽ എങ്ങനെ ഇരിക്കുകയാണ്. ലോൺലിനെസ് ആഫ്റ്റർ സംവൺ യു ലവ് ഡൈഡ് ഓർ ലെഫ്റ്റ്, ദാറ്റ് ഇസ് ഡെസോലേറ്റ്. ഏകാന്തം, ഒരു തരം ഏകാന്തതയാണ് അതിൽ. പിന്നെ ചില പേഷ്യൻസ് പറയല്ല, ഭാര്യ വന്നിട്ട് പറയും, ഡോക്ടർ ഇയാളുടെ സ്വഭാവം, ഭർത്താവ് പുറത്തിരിക്കുന്നുണ്ടാവും എന്നാലും പറയുമ്പോൾ ഇയാളുടെ സ്വഭാവം ഇപ്പം എന്താണ് പറയുക, അല്ലെ അടുത്ത നിമിഷം എന്താണ് പറയുക, എന്താണ് ചെയ്യുക എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല. അങ്ങനത്തെ ഒരു പ്രകൃതമുള്ള ആൾക്കാരാണ്. ഒരു അർത്ഥമുറിച്ച സംസാരമാണ്. ഇപ്പം എന്താ പറയുക, അടുത്ത നിമിഷം വേറെ എന്താണ് പറയുക, അങ്ങനെ സ്വഭാവത്തിൻ്റെ പ്രത്യേകത എന്താണെന്നുള്ളത് മീൻസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് പറയണം. അത് ആ ഹസ്ബൻഡിൻ്റെ ഒരു നേച്ചറാണ്. അതെങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യും? അതിന് വർക്കൗട്ട് ചെയ്യുന്ന റൂബ്രിക്കാണ് അബ്രപ്റ്റ് എന്നുള്ളതാണ്. അബ്രപ്റ്റ് മീൻസ് വളരെ ഹാർഷായിട്ട്, വളരെ ഫാസ്റ്റായിട്ട് അടുത്ത നിമിഷത്തിൽ എന്താണ് അവർ ചെയ്യുക എന്നുള്ളത് നമുക്ക് നേരത്തെ പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇമ്മീഡിയറ്റ് ആയിട്ട് ഹാർഷായിട്ട് പെരുമാറുന്ന പ്രകൃതമുള്ള ആൾക്കാർക്കാണ് നമ്മൾ അബ്രപ്റ്റ് എന്നുള്ള റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യുന്നത്. ഇനിയിപ്പോൾ ഒരു പേരൻ്റ് വന്നിട്ട് പറയാണ്, ഡോക്ടറെ സ്കൂളിലൊക്കെ കുട്ടികൾക്ക് അവനെപ്പറ്റി നല്ല അഭിപ്രായമാണ്, പക്ഷെ വീട്ടിൽ അവൻ ഭയങ്കര പ്രശ്നക്കാരാണ്, തീരെ പറഞ്ഞാൽ കേൾക്കില്ല, ഭക്ഷണം കഴിക്കില്ല, എല്ലാവരുമായിട്ട് പ്രശ്നമാണ്. അല്ലെങ്കിൽ ഇപ്പം ചില ഭാര്യമാർ പറയും, നാട്ടുകാർക്ക് എൻ്റെ ഭർത്താവ് വളരെ ഉഷാറാണ്, വീട്ടിലൊന്നിനും കൊള്ളില്ല, വീട്ടിലൊരു കാര്യം ശ്രദ്ധിക്കില്ല, വീട്ടിലൊന്ന് വഴക്കും മറ്റു കാര്യമൊക്കെയാണ്, പുറത്തൊക്കെ വളരെ പ്ലീസിങ് ആയിട്ടുള്ള പെരുമാറ്റമാണ്, നാട്ടുകാർക്കൊക്കെ എൻ്റെ ഭർത്താവിനെ പറ്റി നല്ല അഭിപ്രായമാണ്, പക്ഷേ അയാളെ പറ്റി എനിക്കല്ലേ അറിയുള്ളൂ എന്ന് പറയും. ഇതെങ്ങനെ നമ്മൾ വർക്കൗട്ട് ചെയ്യാം? ടീച്ചേഴ്സിനൊക്കെ നല്ല അഭിപ്രായമായിരിക്കും അവനെ പറ്റിയിട്ട്, പക്ഷേങ്കിൽ വീട്ടിൽ വളരെ പ്രശ്നക്കാരനാണ്, ആരുമായിട്ടും അഡ്ജസ്റ്റ് ചെയ്യില്ല, എന്നും വഴക്കാണ്, പറഞ്ഞാലും കേൾക്കില്ല, ഡിസൊബീഡിയൻസ് ആണ്. സോ ചൈൽഡ് ഈസ് ഗുഡ് അറ്റ് സ്കൂൾ ബട്ട് പ്രോബ്ലം അറ്റ് ഹോം. ഇതിന് സിന്തസിസ് റിപ്പോർട്ടിൽ നല്ലൊരു റൂബ്രിക് ഉണ്ട്. മൈൻഡിൽ ബിഹേവിയറൽ പ്രോബ്ലംസ് എന്ന് പറഞ്ഞ റൂബ്രിക് ഉണ്ട്. അതിലൊരു സബ് റൂബ്രിക് ഉണ്ട്. ചൈൽഡ് ഈസ് ഗുഡ് അറ്റ് സ്കൂൾ ബട്ട് ബിഹേവിങ് ഇംപ്രോപ്പർലി അറ്റ് ഹോം എന്ന് പറഞ്ഞത്. ചൈൽഡ് ഈസ് ഗുഡ് അറ്റ് ഹോം, പുറത്ത് സ്കൂളിൽ നല്ല അഭിപ്രായമാണ്. മെയിനായിട്ട് വരുന്ന മെഡിസിൻസൊക്കെ ട്യൂബർക്കുലിനം, ലാക്കസിസ് പോലെയുള്ള മെഡിസിൻസാണ്. 3-4 മെഡിസിൻസ് അതിൽ പ്രധാനമായിട്ടും കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ ആ ഒരു റൂബ്രിക്കാണ് നമ്മൾ ഇതിൽ വർക്കൗട്ട് ചെയ്യേണ്ടത്. ഇതൊക്കെ സാധാരണ നമ്മളോട് പേഷ്യൻസ് പറയുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അത് റിവേഴ്സ് ഡയറക്ഷനിൽ നമ്മൾ റൂബ്രിക്കായിട്ട് കൺവേർട്ട് ചെയ്യുന്നത് മാത്രം. ഈ റൂബ്രിക് ഒന്ന് എങ്ങനെ, അതായത് എന്തെങ്കിലും ഒരു വാർത്തകൾ കേട്ടാൽ അല്ലെങ്കിൽ ആക്സിഡൻറ്റ് എവിടെയോ നടന്നു എന്ന് കേട്ടാൽ എനിക്ക് വളരെ ആദ്യമാണ്. ഇതിൻ്റെ റൂബ്രിക് ഒന്ന് പറഞ്ഞ്. എവിടെയോ നടന്ന ഒരു ആക്സിഡൻറ്റ് അല്ലെങ്കിൽ ഒരു മരണം, അത് കേട്ടിട്ട് എനിക്ക് വല്ലാണ്ട് ബേജാറാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ റൂബ്രിക്കാണ്. ഹൊറിബിൾ തിങ്സ്, സാഡ് സ്റ്റോറീസ് അഫക്ട്സ് യർ പ്രൊഫോൺലി. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോളിക്രസ് റെമഡീസ് കൊടുത്തിട്ടുള്ള ഒരു റൂബ്രിക്കാണത്. ഹൊറിബിൾ തിങ്സ്, സാഡ് സ്റ്റോറീസ് അഫക്ട്സ് യർ പ്രൊഫോൺലി. പിന്നെ ഒരു കുട്ടിയെ പറ്റിയിട്ട് ടീച്ചർ പറയാണ്, അല്ലെങ്കിൽ അമ്മ വന്നിട്ട് പറയാണ്, ഹി വിൽ ആൻസർ ടു ഓൾ ക്വസ്റ്റ്യൻസ് വെരി ക്വിക്കലി. വളരെ ഫാസ്റ്റായിട്ട് പെട്ടെന്ന് തന്നെ ആൻസർ പറയുന്ന ഒരു പ്രകൃതമുള്ള കുട്ടിയാണ് അവനെന്ന് കുട്ടിയുടെ ടീച്ചർ വന്നിട്ട് അല്ലെങ്കിൽ റിലേറ്റീവ്സ് വന്നിട്ട് നമ്മളോട് പറയുകയാണ്. അതെങ്ങനെ റൂബ്രിക്കായിട്ട് വർക്കൗട്ട് ചെയ്യും? എൻ്റെ റൂബ്രിക്ക് വരുന്നത് അജിലിറ്റി മെൻ്റൽ എന്നുള്ളതാണ്. വളരെ ഷാർപ്പായിട്ട് വളരെ ഫാസ്റ്റായിട്ട് ആൻസർ പറയുന്ന പ്രകൃതമുള്ള കുട്ടികൾക്കാണ് നമ്മൾ ഈ റൂബ്രിക്ക് അജിലിറ്റി മെൻ്റൽ എന്നുള്ള റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യണം. ദെൻ വെൻ ഹി ഗെറ്റ്സ് ആങ്കർ ഹി യൂസ് ബാഡ് വേർഡ്സ്. ദേഷ്യം പിടിച്ചാൽ അയാൾ എപ്പോഴും വളരെ മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിച്ചിട്ട് സംസാരിക്കുള്ളൂ. അപ്പോൾ അതിൻ്റെ കൂടെയുള്ള പിക്ചറും കൂടെ നിങ്ങൾ ശ്രദ്ധിക്കുക. എൻ്റെ ഭർത്താവ് അങ്ങനെയുള്ളൊരു സ്വഭാവം, അല്ലെങ്കിൽ എൻ്റെ ഭാര്യ അങ്ങനെയുള്ള സ്വഭാവം, അവൾക്ക് എന്തെങ്കിലും ദേഷ്യം പിടിച്ചാൽ പിന്നെ വായ തോന്നിയൊക്കെ വിളിച്ചു പറയും. ദേഷ്യം വന്നു കഴിഞ്ഞാൽ വായ തോന്നിയൊക്കെ എൻ്റെ ഭാര്യ വിളിച്ചു പറയുന്നു പറയും. അപ്പോൾ അതിനെന്ത് റൂബ്രിക്കാണ് നമ്മൾ വർക്കൗട്ട് ചെയ്യാം? അല്ലെങ്കിൽ പേഷ്യൻസിൻ്റെ നമ്മളോട് പറയും, ഡോക്ടർ എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ എന്താ പറയണമെന്ന് എനിക്ക് തന്നെ അറിയില്ല എന്ന് പറയും. അത് അവരുടെ ഒരു പ്രകൃതമാണ്. ഞാൻ എല്ലാവരുമായിട്ടും അങ്ങനെ പറഞ്ഞു പോവാണ്, അത് വീട്ടിൽ മാത്രമല്ല പുറത്താണെങ്കിലും ഞാൻ അങ്ങനെയായിട്ട് പറഞ്ഞു പോകും. എന്ത് റൂബ്രിക്കാണ് നമ്മൾ ആ കേസിൽ വർക്കൗട്ട് ചെയ്യാം? അതിൻ്റെ കറക്റ്റ് റൂബ്രിക്ക് എന്ന് പറയുന്നത് അബ്യൂസീവ് എന്നുള്ളതാണ്. ഇതൊക്കെ പേഷ്യൻ്റ് പറയുമ്പോൾ മനസ്സിൽ ഓർമ്മ വരണം കേട്ടോ. ഡോക്ടറെ എനിക്ക് ദേഷ്യം പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ വളരെ ഹാർഷായിട്ട് മോശമായിട്ട് പെരുമാറും, എന്താ പറയണത് എന്നുള്ളത് എനിക്ക് തന്നെ പിന്നെ ഓർമ്മ ഉണ്ടാവില്ല എന്ന് പറയും. വേറൊരു കണ്ടീഷൻസ് എന്ന് വെച്ചാൽ ഒരു പുതിയ സാഹചര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. ഇപ്പോൾ ആ ഫോട്ടോയിലുള്ള കുട്ടി കണ്ടില്ല, മറ്റു കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, പക്ഷെ അവന് ആ സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. കല്യാണം കഴിച്ച് കൊണ്ടുവന്നു, ഭർത്താവായിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട് തീരെ അഡ്ജസ്റ്റ് ചെയ്യണില്ല. വെച്ചാൽ മദറിലോ ഫാദറിലോ ആയിട്ടും തീരെ അഡ്ജസ്റ്റ് ചെയ്യുന്നില്ല.
ഇങ്ങനെ അങ്ങനൊരു ഒരു വല്ലാത്തൊരു മുഖഭാവമായിട്ട് അങ്ങനെ ഇരിക്കുന്ന ഒരു പ്രകൃതം. തീരെ സാഹചര്യങ്ങളുമായിട്ട്, പുതിയ സാഹചര്യങ്ങളുമായിട്ട് അവർക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ ചില സ്റ്റുഡൻസ് അങ്ങനെയാണ്. ഇപ്പോൾ BHMSന് അഡ്മിഷൻ കിട്ടുക, അവരുടെ വലിയ അംബിഷനുള്ള MBBSോ അല്ലെങ്കിൽ BDS ഒക്കെ ആയിരിക്കും. അപ്പോൾ അവർ ഫസ്റ്റ് ഇയർ ഒക്കെ എഴുതി നോക്കും. ഫസ്റ്റ് ഇയർ എഴുതി ചിലപ്പോൾ കിട്ടിയിട്ടുണ്ടാവില്ല. പക്ഷേ മിക്ക കുട്ടികളും സെക്കൻഡ് ഇയർ ക്ലിനിക്കിലൊക്കെ അല്ലെങ്കിൽ തേർഡ് ഇയർ ക്ലിനിക്കൽ പോസ്റ്റിംഗ് ആകുമ്പോൾ ഒരുപാട് നല്ല റിസൾട്ട്, പലോപ്പതിയിലൊക്കെ ഫെയിലിയർ ആയിട്ടുള്ള ഒരുപാട് കേസുകളാണല്ലോ നമ്മുടെയൊക്കെ കോളേജിൽ IPയിൽ OPയിൽ വരുന്നത്. പലോപ്പതിയിൽ ഫെയിലിയർ ആയിട്ടുള്ള ഒരുപാട് കേസുകളൊക്കെ കാണുമ്പോൾ ഈ കുട്ടികൾക്ക് സ്വാഭാവികമായിട്ടും ഹോമിയോപ്പതിയിലൊരു വിശ്വാസം വരും. അവർ നന്നായിട്ട് പഠിച്ച് അവർ സാഹചര്യങ്ങളുമായിട്ട് പൊരുത്തപ്പെട്ടു പോകും. പക്ഷേ ചില കുട്ടികൾക്ക് 5.5 വർഷം പഠിച്ചാലും പൊരുത്തപ്പെട്ടു പോകാൻ പറ്റില്ല. അവൻ്റെ ജീവിതമേ പോയി. പിന്നെ അവന് ഹോമിയോപ്പതിയെയും കുറ്റം പറഞ്ഞുകൊണ്ട് ഹോമിയോപ്പതി സയൻറ്റിഫിക് അല്ല അങ്ങനെ ഇങ്ങനെയെന്നൊക്കെ പറഞ്ഞുകൊണ്ട് അവൻ്റെ ലൈഫേ കളഞ്ഞു പോകും. എന്ന് വെച്ചാൽ ഒരു സാഹചര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്നു, പക്ഷേ ഭർത്താവിൻ്റെ വീട്ടുകാരായിട്ട് തീരെ അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റണില്ല. എങ്ങനെയാണ് അത് വർക്കൗട്ട് ചെയ്യാൻ? നമ്മൾ കല്യാണം കഴിച്ച് കൊണ്ടുപോകുന്ന അന്ന് മുതൽ തുടങ്ങിയ പ്രശ്നമാണ്. ഇങ്ങനത്തെ ആൾക്കാരാണ് കല്യാണം കഴിച്ച് ഒരാഴ്ച കഴിയുമ്പോൾ സ്വന്തമായിട്ട് ഒരു ഫ്ലാറ്റൊക്കെ വാടകയ്ക്ക് എടുത്ത് അല്ലെങ്കിൽ ഒരു വാടകയ്ക്ക് ഒരു വീടൊക്കെ എടുത്തിട്ട് പോകുന്ന പ്രകൃതമുള്ള ആൾക്കാർ. അപ്പോൾ നമ്മളത് വർക്കൗട്ട് ചെയ്യാണ്. അഡാപ്റ്റബിലിറ്റി ലോസ് ഓഫ് എന്നുള്ളതാണ് ഇതിൽ റൂബ്രിക് വരുന്നത്. ഒരു പുതിയ സാഹചര്യമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റാത്ത പ്രകൃതമുള്ള ആൾക്കാർക്കാണ് നമ്മൾ ഈ റൂബ്രിക് വർക്കൗട്ട് ചെയ്യുന്നത്. ഈ റൂബ്രിക് ഇതിനൊരു പറ്റിയ റൂബ്രിക് ഒന്ന് കണ്ടുപിടിച്ച്. ഹസ്ബൻഡ് കംപ്ലൈൻഡ് വൈ ഹിസ് വൈഫ് വാസ് നോട്ട് ലൂസിങ് വെയിറ്റ്. കെൻറ്റിൻ്റെ റെപ്പർട്ടറിയിലുള്ള റൂബ്രിക് ആണ് കേട്ടോ. ഈവൺ ആഫ്റ്റർ ഗോയിങ് ടു ദി ജിംനേഷ്യം ഫോർ 3 months. I think the main remedy is Merxol. So the manager send the husband this picture. എന്താ ഇതിൽ റൂബ്രിക് വരിക? ഞങ്ങൾ കോളേജിൽ ഈ സ്റ്റുഡൻസിന് മൈൻഡ് പഠിപ്പിക്കുമ്പോൾ കുറേ വീഡിയോസ് ഉണ്ട്, ഡോക്ടർ പേഷ്യൻ്റ് വീഡിയോസ് ഉണ്ട്. അതേപോലെ ഇങ്ങനെയുള്ള കുറേ പിക്ചേഴ്സൊക്കെ വെച്ചിട്ടാണ് ഞങ്ങൾ ക്ലാസ് എടുക്കാറ്. കാരണം അത് മനസ്സിലെപ്പോഴും തങ്ങി നിൽക്കുക. അവർക്ക് സമാനമായിട്ടുള്ള ഒരു ഡോക്ടർ പേഷ്യൻ്റ് സിറ്റുവേഷൻ കാണും. ഇന്ന റൂബ്രിക്കാണ് അന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. ഇത് കെൻറ്റിലുള്ള വളരെ ബേസിക് ആയിട്ടുള്ള റൂബ്രിക്കാണ്. ദ റൂബ്രിക് ഈസ് ഗോസിപ്പിംഗ് എന്നാണ് ഇതിൽ റൂബ്രിക് വരുന്നത്. ഇനി നമ്മൾ മൈൻഡ് പലപ്പോഴും പലരും പറയാറുള്ളത് മൈൻഡ് സിംറ്റം, മെൻ്റൽ സിംറ്റംസ് ഒന്നും കിട്ടണില്ല എന്നുള്ളതൊക്കെയാണ്. പക്ഷെ അത് കിട്ടണമെങ്കിൽ ഈ ഒരു കാര്യം വളരെ പ്രാധാന്യമാണ്. എന്ന് വെച്ചാൽ ഈ ഡോക്ടറെ അടുത്ത് ഞാൻ എൻ്റെ മാനസിക പ്രശ്നങ്ങൾ, സെക്ഷൽ കംപ്ലയിൻസ് അല്ലെങ്കിൽ പേഴ്സണൽ പ്രോബ്ലംസ് ഒക്കെ പറഞ്ഞാൽ അതിനൊരു പരിഹാരമുണ്ടാകും. ഈ ഡോക്ടർ ഇത് വേറെ ആരോടും ഡിസ്ക്ലോസ് ചെയ്യില്ല എന്ന് ഡോക്ടറുടെ മുഖത്ത് നോക്കിയാൽ പേഷ്യൻറ്റിന് തോന്നണം. ദി പേഷ്യൻറ്റ് ഷുഡ് ഫീൽ ദാറ്റ് ദി ഡോക്ടർ ഈസ് സമ്മൺ ഹൂ കെയേഴ്സ്, വെർ ഹി ക്യാൻ ട്രസ്റ്റ് ആൻഡ് ടു ഹിം ഹി ക്യാൻ റിവീൽ എവറിത്തിങ്. ഇപ്പോൾ ഡോക്ടറുടെ മുഖത്ത് നോക്കിയാൽ പേഷ്യൻറ്റിന് അത് തോന്നണം. ഈ ഡോക്ടറോട് പറഞ്ഞാൽ എൻ്റെ അസുഖത്തിന് ഒരു പരിഹാരമുണ്ടാകും. ഈ ഡോക്ടർ ഞാൻ പറഞ്ഞിരിക്കുന്ന പേഴ്സണൽ കാര്യങ്ങളൊന്നും മറ്റൊരാളുമായിട്ട് ഡിസ്ക്ലോസ് ചെയ്യില്ല എന്ന് ഡോക്ടർ മുഖത്ത് നോക്കിയാൽ പേഷ്യൻറ്റിന് ഒരു കോൺഫിഡൻസ് തോന്നണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ ഇവർ മെൻ്റൽ സിംറ്റംസ്, സെക്ഷൽ കംപ്ലയിൻസ്, പേഴ്സണൽ കംപ്ലയിൻസ് ഒക്കെ നമ്മളോട് പറയുള്ളൂ. അപ്പോൾ ഇത് പ്രത്യേകം ശ്രദ്ധിക്കണം. പിന്നെ ഒരിക്കലും ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യം മറ്റൊരു പേഷ്യൻറ്റിനോട്, അവരുടെ റിലേറ്റീവ്സിനോട് നമ്മൾ ഡിസ്കസ് ചെയ്യരുത്. ഇപ്പോൾ ഒരു മരുമകൾ കാണിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ അടുത്ത ആഴ്ച വരുമ്പം അവരുടെ മദറിൻലോ ആയിരിക്കും കാണിക്കാൻ വന്നിട്ടുണ്ടാവുക. അപ്പോൾ അവരുടെ മദറിൻലോൻ്റെ അസുഖം പറയുന്ന കൂട്ടത്തിൽ എൻ്റെ മരുമോളും കഴിഞ്ഞ ദിവസം കാണിച്ചിരുന്നല്ലോ, എന്തായിരുന്നു അവൾക്ക് അസുഖം എന്ന് ചോദിക്കും. അപ്പോൾ യാതൊരു കാരണവശാലും അത് പറഞ്ഞു കൊടുക്കരുത്. എന്ത് അസുഖമാണെങ്കിൽ അത് ഫയലൊക്കെ നോക്കിയാലേ പറയാൻ പറ്റുള്ളൂ. എന്തോ തലവേദനയ്ക്ക് അങ്ങനെ എന്തായിരിക്കും, ഞാൻ ഓർക്കണില്ല എന്ന് പറഞ്ഞു ഒഴിവാകാം. ഒരിക്കലും ഞാനിങ്ങനെ ഒരു പേഷ്യൻറ്റിനോട് പറഞ്ഞു, അവർക്ക് വയറ്റുകാളിച്ചാണ്, കുറച്ച് ടെൻഷൻ കൊണ്ടാണ് ഒക്കെയാണെന്ന് പറഞ്ഞു ഒരു മദറിനോട്. അടുത്ത ആഴ്ച വീട്ടിലാകെ പ്രശ്നമായില്ലേ, എൻ്റെ മരുമകൾക്ക് മാനസിക അസുഖമാണ്, ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് അവർക്ക് മനസ്സിനെന്തോ ടെൻഷനിലുകൊണ്ട് വയറ്റുകാളിച്ച വന്നതാണെന്ന് പറഞ്ഞു. അപ്പോൾ യാതൊരു കാരണവശാലും ഒരിക്കലും ഒരു പേഷ്യൻറ്റിൻ്റെ കാര്യങ്ങൾ അവരുടെ റിലേറ്റീവ്സായിട്ട് ഡിസ്ക്ലോസ് ചെയ്യാണ്ടിരിക്കുന്നതാണ് ഏറ്റവും സേഫ് ആയിട്ടുള്ളത്, പേഷ്യൻറ്റിനെ സംബന്ധിച്ചോളം, നമ്മളെ സംബന്ധിച്ചിടത്തോളം. അപ്പോൾ അത് കഴിഞ്ഞ അടുത്ത ആഴ്ച ആ ലേഡി വന്നിട്ട് എന്നോട് ചോദിച്ചു, ഡോക്ടർ എന്ത് പണിയെ കാണിച്ച്, എനിക്ക് മാനസിക രോഗമാണെന്ന് പറഞ്ഞിട്ട് അപ്പോൾ അവിടെ വീട്ടിലാകെ പ്രശ്നമാണ്. അങ്ങനെ ഞാൻ ഡോക്ടറെ ഒരു വിശ്വാസമുള്ള നിലക്കാണ് ഞാനത് പറഞ്ഞത്. പക്ഷേ ഇങ്ങനെയൊക്കെ വരും ഞാൻ വിചാരിച്ചില്ല, ഇനിയിപ്പോൾ ആകെ വീട്ടിൽ പ്രശ്നമായിരുന്നു. അപ്പോൾ വളരെ ശ്രദ്ധിക്കണം. മറ്റുള്ളവർ വന്ന് ചോദിക്കുമ്പോൾ യാതൊരു കാരണവശാലും നമ്മളത് ഡിസ്ക്ലോസ് ചെയ്യരുത്. എന്തെങ്കിലുമൊക്കെ ചില ഉപായങ്ങൾ പറഞ്ഞിട്ട് നമ്മൾ ഒഴിയുന്നതാണ് എപ്പോഴും സേഫ് ആയിട്ടുള്ളത്. അത് എത്തിക്സിന് വിരുദ്ധമായിട്ടുള്ളൊരു കാര്യമാണ് നമ്മളൊരു പേഷ്യൻറ്റിൻ്റെ കാര്യം മറ്റൊരു പേഷ്യൻറ്റിനോട് ഡിസ്ക്ലോസ് ചെയ്യുക എന്നുള്ളത്. അപ്പം വളരെ കോൺഫിഡൻസോട് കൂടെ ഡോക്ടർ ക്ലിനിക്കിലിരിക്കണം. എല്ലാം അങ്ങനെ കേട്ടിരുന്നാൽ മതി. ഡോക്ടർ പേഷ്യൻസ് വലിയ ഡയഗ്നോസിസ് ഒക്കെ പറയും, ഒക്കെ എനിക്ക് അറിയാമെന്നുള്ള രീതിയിൽ നമ്മളങ്ങനെ ഇരുന്നാൽ മതി. പിന്നെ പല സിംറ്റംസിൻ്റെ ഡയഗ്നോസിസ് പേഷ്യൻസിന് ഇങ്ങോട്ട് പറഞ്ഞു തരും. അപ്പോൾ അതിൻ്റെ ലക്ഷണങ്ങൾ എങ്ങനെയാണെന്നൊക്കെ പേഷ്യൻ്റ് ആദ്യം ഇങ്ങനെ പറയും, ലക്ഷണങ്ങളായി അതിങ്ങനെ ഡയഗ്നോസിസ്, നമ്മളതങ്ങനെ കേട്ടിരുന്നാൽ മതി.
അറിയുന്ന രൂപത്തിൽ ഒരു കോൺഫിഡൻസോട് കൂടെ ഇരിക്കുക എന്നുള്ളത്. ഇനി നമ്മൾ ബേസിക്കായിട്ട് കുറച്ച് മയാസം വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും മനസ്സിലാവുന്ന രീതിയിൽ അപ്ലിക്കേഷൻ ലെവലിൽ ഉള്ള ഒരു 3-4 സ്ലൈഡാണ് നമ്മളിനി മയാസത്തിനെ പറ്റി ഡിസ്കസ് ചെയ്യുന്നത്. കാരണം ഞാൻ നേരത്തെ പറഞ്ഞു ഒരേപോലത്തെ റൂബ്രിക്സുള്ള ഒരേപോലത്തെ വേർഡ് മീനിങ്ങുള്ള മെഡിസിൻസ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറേ റൂബ്രിക്സ് ഉണ്ട്. അതേപോലെ തന്നെ മയാസം ഡിഫറെൻ്റ് ആയിട്ടുള്ള കുറച്ച് റൂബ്രിക്സും കൂടെ ഉണ്ട്. ഇപ്പോൾ ക്രോണിക് ഡിസീസിൽ എസ്പെഷ്യലി മയാസം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എന്നുള്ളതാണ് നമ്മൾ പഠിച്ചിരിക്കുന്നത്. അപ്പോൾ എങ്ങനെ ഒരു മയാസ്മാറ്റിക് റൂബ്രിക് സെലക്ഷൻ മൈൻഡിൻ്റെ കാര്യത്തിൽ എടുക്കാമെന്നുള്ളതിനെ പറ്റിയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ അതുമായിട്ട് ബന്ധപ്പെട്ട ബേസിക് ആയിട്ടുള്ള എല്ലാവർക്കും മനസ്സിലാവുന്ന വളരെ സിമ്പിളായിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മളിനി ചർച്ച ചെയ്യുന്നത്. സോ മയാസം അറ്റ് സെല്ലുലാർ ലെവൽ ഏറ്റവും ബേസിക് ആണത്. സോറ മീൻസ് ഡെഫിഷ്യൻസി ഇൻ സെല്ലുലാർ ഫംഗ്ഷൻ, സൈക്കോസിസ് മീൻസ് എക്സസ് ഇൻ സെല്ലുലാർ ഫംഗ്ഷൻ, സിഫിലിസ് മീൻസ് പെർവേർഷൻ ഇൻ സെല്ലുലാർ ഫംഗ്ഷൻ. ഇത് ബേസിക് ആയിട്ട് നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണത്. ഒന്ന് സോറ മീൻസ് ഡെഫിഷ്യൻസി, സൈക്കോസിസ് മീൻസ് എല്ലാം എക്സസ് ആയിരിക്കും അവർക്ക്, സിഫിലിസ് എന്നുള്ളത് പെർവേർട്ടഡ് ആയിരിക്കും. സോ മയാസം അറ്റ് സെല്ലുലാർ ലെവൽ. ഇനി മയാസം അറ്റ് ഫിസിക്കൽ ലെവൽ എങ്ങനെയാണ് അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ വരുന്നത്? So the constipation due to decreased movement of intestine, that is basically SORA. Deficiency, that is SORA. Diarrhea due to excessive intestinal movement. Excessive means psychosis. Diarrhea due to excessive intestinal movement. Then spasmodic or perverted movement of the intestine. നമ്മൾ intussusception അല്ലെങ്കിൽ volvulus എന്നൊക്കെ പറയുന്ന കണ്ടീഷൻസ് ഉണ്ടല്ലോ. Perverted movement of the intestine, that is syphilitic. അപ്പോൾ നേരത്തെ നമ്മൾ മയാസം അറ്റ് സെല്ലുലാർ ലെവൽ പറഞ്ഞു, ഇത് മയാസം അറ്റ് ഫിസിക്കൽ ലെവലാണ്. ഇനി മയാസം മറ്റ് സെയിം ഓർഗൻ ലെവൽ, ഒരു ഓർഗനിൽ തന്നെ മയാസത്തിൻ്റെ ഡിഫറൻസ് എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത്. ഇപ്പം മയോകാർഡൈറ്റിസ് ഓർ ഇൻഫ്ലമേഷൻ ഓഫ് ദി ഹാർട്ട്, ഐറ്റിസ് എന്ന് പറയുന്ന മെജോറിറ്റി വരുന്നതും സോറയിലാണ്, ഇൻഫ്ലമേഷൻ. ദെൻ ഹൈപ്പർട്രോഫി ഓഫ് ദി ഹാർട്ട്, ദാറ്റ് മീൻസ് എക്സസ് ആണ്, ഹൈപ്പർട്രോഫി, ദാറ്റ് ഈസ് സൈക്കോസിസ്. ദെൻ പെർവേർട്ടഡ് ആണ്, ഇൻഫാക്ട് ഓർ പ്രൊലാപ്സ് ഓഫ് ദി വാൽവ്, ദാറ്റ് കംസ് അണ്ടർ ദി സിഫിലിറ്റിക്. സിഫിലിറ്റിസിൽ എപ്പോഴും പെർവേർട്ടഡ് ആയിട്ടുള്ള മൂവ്മെൻ്റ് ആണ്, ഇൻഫാക്ട് ഓർ പ്രൊലാപ്സ് ഓഫ് ദി വാൽവ്സ്, ദാറ്റ് ഈസ് സിഫിലിറ്റിക്. അപ്പോൾ നമ്മൾ സെല്ലുലാർ ലെവലിൽ പറഞ്ഞു, അതേപോലെ ഫിസിക്കൽ ലെവലിൽ പറഞ്ഞു, സെയിം ഓർഗൻ ലെവലിൽ പറഞ്ഞു. ഇനി സോറ മൈൻഡിൽ എങ്ങനെയാണ് വരുന്നത്, അപ്പോൾ അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് റൂബ്രിക്സ് നമുക്കിതിന് ശേഷം ഡിസ്കസ് ചെയ്യാം. അപ്പോൾ സോറിക് പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ടിമിഡ് വിത്ത് ഇൻഹിബിഷൻ എന്നാണ് പറയുക. എന്ന് വെച്ചാൽ അവർക്ക് എന്ത് കാര്യം ചെയ്യണമെങ്കിലും ആരെങ്കിലും ഒന്ന് പിന്നെന്ന് തള്ളിക്കൊടുക്കണം, ഒരു സപ്പോർട്ട് വേണം. തുടങ്ങാൻ അവർക്കൊരു ബുദ്ധിമുട്ടാണ്. ടിമിഡ് വിത്ത് ഇൻഹിബിഷൻ, പക്ഷെ ആരെങ്കിലും ഒന്ന് സപ്പോർട്ട് ചെയ്താൽ അവർ ചെയ്തോളും. പിന്നെ അവർ വളരെ ഹാർഷായിട്ടുള്ള അഗ്രസീവായിട്ടുള്ള പേഴ്സണാലിറ്റീസ് ഒന്നും ആയിരിക്കില്ല. യഥാർത്ഥ ദൈവവിശ്വാസികളായിരിക്കും, ഗോഡ് ഫിയറിംഗ് ആണ്, യഥാർത്ഥ റിലീജിയസ് വിശ്വാസികൾ, മതപരമായിട്ടുള്ള കാര്യത്തിലൊക്കെ വളരെ അടുക്കും ചിട്ടയുള്ള ആൾക്കാരായിരിക്കും. ഡ്രസ് ആൻഡ് വർക്ക് ആസ് പെർ ദി നോംസ് ഓഫ് ദി സൊസൈറ്റി, വളരെ ഓരോ സമൂഹത്തിനും അതിൻ്റെതായിട്ടുള്ള ഒരു ഡ്രസ് കോഡ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടല്ലോ, ആ ഡ്രസ് കോഡൊക്കെ അനുസരിച്ച് മാത്രമാണ് അവർ ക്യാമ്പസിലാണെങ്കിലും സൊസൈറ്റിയിലാണെങ്കിലും വീട്ടിലാണെങ്കിലും അവർ ആ ഡ്രസ് കോഡ് അവർ മെയിൻറ്റെയിൻ ചെയ്യും. ആൻഡ് ഡിനൈ ഇമ്പോർട്ടൻസ് ടു ഹിംസെൽഫ് എന്നുള്ളതാണ്. അവരെപ്പോഴും മറ്റുള്ളവരെ സഹായിക്കുന്ന പ്രകൃതിയുള്ള ആൾക്കാരായിരിക്കും. അപ്പം എൻ്റെത് കുറച്ച് ബുദ്ധിമുട്ടായാലും വേണ്ടിയില്ല, ഡോക്ടർ ആദ്യം ഇപ്പോൾ എനിക്ക് പൈസ ഒക്കെ കുറച്ച് ബുദ്ധിമുട്ടുണ്ട്, എന്നാലും കുഴപ്പമില്ല, എൻ്റെ കുട്ടിയുടെ കാര്യം അല്ലെങ്കിൽ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാര്യം ഡോക്ടർ ആദ്യം ഒന്ന് പരിഗണിക്കുക. അപ്പോൾ അവരുടെ ചികിത്സ കഴിഞ്ഞതിന് ശേഷം ഞാൻ വരാം. ഇപ്പോൾ എൻ്റെ കാര്യമില്ല പ്രശ്നം, പൈസ ഇല്ല എന്നാലും പ്രശ്നമാക്കേണ്ട, ഹസ്ബൻഡിൻ്റെ കാര്യം ഒന്ന് ആദ്യം നമ്മൾ അസുഖം ഒന്ന് മാറ്റി കൊടുക്കാം, അതിന് ശേഷം ഞാൻ ഡോക്ടറെ അടുത്ത് ചികിത്സക്ക് വരാം. സോ ഡിനൈ ഇമ്പോർട്ടൻസ് ടു ഹിംസെൽഫ് എന്നുള്ളതാണ്. വർക്കിൽ സ്ട്രെയിറ്റ് ഫോർവേഡാണ്, ക്രിക്കറ്റായിട്ട് മറ്റുള്ളവന് പണി കൊടുക്കുന്ന രീതിയിലുള്ള ജോലികളൊന്നും ആയിരിക്കില്ല അവർ ചെയ്യുന്നത്. പിന്നെ നാച്ചുറൽ സെക്ഷൽ ബിഹേവിയേഴ്സ് ആണ്, എന്ന് വെച്ചാൽ കമ്മ്യൂണിറ്റി പറയുന്ന അല്ലെങ്കിൽ ആ റിലീജിയൻ പറയുന്ന രീതിയിലുള്ള നാച്ചുറൽ സെക്ഷൽ ഹാബിറ്റ്സ് മാത്രമേ അവർക്ക് ഉണ്ടാവുള്ളൂ. സാധാരണ നമ്മൾ സോറയിൽ പറയാറുണ്ട് അവരെപ്പോഴും ആങ്ഷ്യസ് ആയിരിക്കും, സാഡ്നെസ് ഉണ്ടാവും, പക്ഷെ വളരെ പെട്ടെന്ന് അവരത് ഓവർകം ചെയ്യുമെന്നുള്ളതാണ് പറയുന്നത്. അവരുടെ മുഖത്തത് എക്സ്പ്രഷൻ മാറിക്കിട്ടും. ഇപ്പം വളരെ ടെൻഷനുള്ള ആളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ടെൻഷൻ മാറും, വിഷമമുള്ള ആളാണെങ്കിൽ കുറച്ച് കഴിയുമ്പോൾ ആ വിഷമം അവർ ഓവർകം ചെയ്യും. അവർ മനസ്സിൽ അതങ്ങനെ തങ്ങി നിൽക്കൊന്നുമില്ല. ആങ്സൈറ്റി, സാഡ്നെസ്, ഹൈപ്പോകോൺട്രിയാസിസ് ഒക്കെ ഉണ്ടെങ്കിലും ദേ വിൽ ഓവർകം ഇറ്റ് ഈസിലി എന്നുള്ളതാണ്. അപ്പോൾ ഈ റൂബ്രിക് ഈ ഇത്രയും പോയിന്റ്സ് എപ്പോഴും നമ്മുടെ മനസ്സിലുണ്ടാവണം. എന്നാൽ നമുക്ക് സൈക്കോസിസും സിഫിലിസും പെട്ടെന്ന് കമ്പയർ ചെയ്യാൻ പറ്റും. ഒരു 3 സ്ലൈഡിലൂടെ എൻ്റർ മൈൻഡിൻ്റെ മയാസം നമ്മൾ ഡിസ്കസ് ചെയ്യാണ്. സോ ദിസ് ഈസ് സോറ. നോ അബൌട്ട് ദി സൈക്കോസിസ്. സൈക്കോസിസിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഓസ്റ്റൻറ്റേഷൻ എന്നാണ് പറയുന്നത്. വെച്ചാൽ മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി കാണിക്കുന്ന രീതിയിൽ കാര്യങ്ങൾ അവരുടെ ഇംപ്രഷൻ അഭിപ്രായം കിട്ടാൻ വേണ്ടിയൊക്കെ ചെയ്യുന്ന ആൾക്കാർക്കാണ് ഓസ്റ്റൻറ്റേഷൻ എന്ന് പറയുക. എല്ലാം ചെയ്യും അവർ, വളരെ പെർഫെക്റ്റ് ആയിട്ടൊക്കെ ചെയ്യും, പക്ഷെ അത് മറ്റുള്ളവർ കാണണം, മറ്റുള്ളവർ അപ്രീഷിയേറ്റ് ചെയ്യണം. അത് സൈക്കോട്ടിക് പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്.
ആൻഡ് റൗണ്ടഡ് ഫേസ് വിത്ത് ഫാറ്റ് അക്യുമുലേഷൻ, സെൽഫിഷ് ആൻഡ് അംബീഷ്യസ് എന്നാണ് പറയുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു അവർ ഡിനേ ഇമ്പോർട്ടൻസ് ടു ഹിംസെൽഫ് എന്നുള്ളതാണ് സോറയിൽ പറഞ്ഞത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവരെ കാര്യം സേഫ് ആക്കിയിട്ടേ ബാക്കിയല്ലോ ഉള്ളൂ. ദേ ആർ സെൽഫിഷ് ആൻഡ് അംബീഷ്യസ്, ബട്ട് അറ്റ് ദി സെയിം ടൈം അംബീഷ്യസ് ആണ്. വളരെ ഹാർഡ് വർക്കിംഗ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ്, ഒരുപാട് ഉയരങ്ങളിലെത്തുന്ന ഉന്നതങ്ങളിലെത്തുന്ന ആൾക്കാർ ഈ സൈക്കോട്ടിക് പേഴ്സണാലിറ്റീസ് ആയിട്ടാണ് പറയുന്നത്. ഈവൻ ദി സയൻറ്റിസ്റ്റ് വർക്കിൽ പറയുകയാണെങ്കിൽ വളരെ ഹാർഡ് വർക്കിംഗ് ആണ്, ബട്ട് ദേ നെവർ അക്സെപ്റ്റ് ദി റെസ്പോൺസിബിലിറ്റി ഓഫ് ഫെയിലിയേഴ്സ് എന്നുള്ളതാണ്. ആ പ്രൊജക്റ്റ് പരാജയപ്പെട്ടത് എൻ്റെ കുഴപ്പം കൊണ്ടൊന്നല്ല, അത് ബോസ് അങ്ങനെ തീരുമാനം എടുത്ത, അല്ലെങ്കിൽ അത് പ്രിൻസിപ്പളിൻ്റെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ആ മറ്റേ കൊളീഗിൻ്റെ കുഴപ്പമാണ്. അതെൻ്റെ കുഴപ്പം കൊണ്ടൊന്നല്ല. അവരൊരിക്കലും ഫെയിലിയറിൻ്റെ റെസ്പോൺസിബിലിറ്റി അവർ അക്സെപ്റ്റ് ചെയ്യില്ല. പക്ഷേ അവർ ചെയ്ത കാര്യങ്ങൾ അവർ മറ്റുള്ളവരോട് വളരെ ഉഷാറായിട്ട് പറയുകയും ചെയ്യും. സെൽഫിഷാണ്, ബട്ട് അറ്റ് സെയിം ടൈം വെരി ഹാർഡ് വർക്കിംഗ് അംബീഷ്യസ് പേഴ്സണാലിറ്റീസ് ആയിരിക്കും. ആൻഡ് ഗോഡ് ഫിയറിംഗ് മീൻസ് ഫോർ ഫേവേഴ്സ് എന്നാണ് പറയുക. അപ്പോൾ പലപ്പോഴും രാഷ്ട്രീയക്കാരെ കണ്ടില്ലേ നിങ്ങൾ, ഇലക്ഷൻ്റെ സമയമാകുമ്പം അമ്പലത്തിലും പള്ളിയിലും മോസ്കിലും എല്ലാ സ്ഥലത്തും അവർ പോകും. അവർക്കതിൽ വിശ്വാസം ഉണ്ടായിട്ടൊന്നുമില്ല, കുറച്ച് ഫേവർ കിട്ടാനാണ്. അല്ലെങ്കിൽ പരീക്ഷാ സമയമാകുമ്പോൾ മാത്രം അമ്പലത്തിൽ പോകും നമ്മൾ, അല്ലെങ്കിൽ പള്ളിയിൽ പോയിട്ട് നിസ്കരിക്കും. അല്ലാത്ത സമയത്തൊന്നും നിസ്കാരം മറ്റു കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. സോ ഫോർ ഫേവേഴ്സ്, എന്തെങ്കിലും ഒരു ഫേവർ കിട്ടാൻ വേണ്ടിയിട്ട് റിലീജിയനെ കാണുന്ന ആൾക്കാരാണ് സൈക്കോട്ടിക് പേഴ്സണാലിറ്റി എന്ന് പറയുന്നത്. അതേപോലെ സെക്സിൽ അവർക്ക് എക്സസീവ് ആൻഡ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ആയിരിക്കും ഉണ്ടാവുക. അത് സൈക്കോട്ടിക് പേഴ്സണാലിറ്റിയുടെ ഒരു പ്രത്യേകതയാണ്. അപ്പോൾ നമ്മൾ വേൾഡിൽ എടുത്തു നോക്കിയാൽ ഒരുപാട് അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുള്ള സയൻറ്റിസ്റ്റുകൾ അല്ലെങ്കിൽ പൊളിറ്റിക്കൽ ലീഡേഴ്സൊക്കെ നോക്കിയാൽ അവർക്കൊക്കെ എക്സസീവ് ആൻഡ് മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സാണ്. എന്ന് വെച്ചാൽ എല്ലാ സൈക്കോട്ടിക് പേഴ്സണാലിറ്റീസ് ഇങ്ങനെ മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സ് ഉള്ള എന്നുള്ളത് നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യരുത്. ബട്ട് ഇങ്ങനെ വളരെ അച്ചീവ്മെൻറ്റ്സ് ഒക്കെ നടത്തിയിട്ടുള്ള പല ലീഡേഴ്സ്, അപ്പോൾ ഞാൻ പേര് പറയുന്നില്ല, പക്ഷെ നമ്മൾ സയൻറ്റിസ്റ്റുകളാണെങ്കിലും പൊളിറ്റിക്കൽ ലീഡേഴ്സ് ആണെങ്കിലും നിങ്ങൾ എടുത്ത് നോക്കിയിട്ട് ഉണ്ടെങ്കിൽ അവർക്ക് മൾട്ടിപ്പിൾ ആൻഡ് എക്സസീവ് സെക്ഷൽ ഡിസയറാണ്, മൾട്ടിപ്പിൾ പാർട്ട്നേഴ്സാണ് കണ്ടുവന്നിട്ടുള്ളത്. ആൻഡ് ദി ഫിയർ ആൻഡ് സാഡ്നെസ് എക്സ്പ്രസ്ഡ് ഓൺ ദി ഫേസ് എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ സോറയിൽ പറഞ്ഞു അവർക്ക് ഓവർകം ചെയ്യാൻ പറ്റുന്നു. പക്ഷേ സൈക്കോട്ടിക് ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റിക്ക് ദേഷ്യം പിടിച്ച് അവരുടെ മുഖത്ത് അതുണ്ടാവും. അല്ലെങ്കിൽ അവർക്കൊരു സങ്കടം വന്നു കഴിഞ്ഞാൽ അവരുടെ മുഖത്തുനിന്ന് അത് പെട്ടെന്നൊന്നും പോകില്ല. അവരെപ്പോഴും അത് മനസ്സിൽ കൊണ്ടു നടക്കുകയും ചെയ്യും. വളരെ സെൽഫിഷ് ആയിട്ടുള്ള ക്രൂവലായിട്ടുള്ള ഒരു വേണമെങ്കിൽ ഒരു ഡിസിഷൻ അവർ എടുക്കുകയും ചെയ്യും ഇങ്ങനത്തെ കേസിൽ. സോ ഫിയർ ആൻഡ് സാഡ്നെസ് ദാറ്റ് ഈസ് എക്സ്പ്രസ്ഡ് ഓൺ ദി ഫേസ് എന്നുള്ള, അവർക്ക് പെട്ടെന്ന് അത് മാസ്ക് ചെയ്യാൻ പറ്റില്ല. ബട്ട് സോറിക് പേഴ്സണാലിറ്റീസിന് അത് ഓവർകം ചെയ്യാൻ പറ്റും. ഇനി സിഫിലിസ് എന്താണെന്നുള്ളത് ഇതേപോലത്തെ ഒരു കമ്പാരിസനാണ്. വെരി അഗ്രസീവ് ആൻഡ് ഒഫൻസീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റീസ് ആണ് സിഫിലിറ്റിക് പേഴ്സണാലിറ്റീസ് എന്ന് പറയുന്നത്. ഇല്ല ആൻഡ് അഗ്ലി ലുക്കിംഗ് ഫേസ്, ക്രിയേറ്റിവിറ്റി സ്ട്രേഞ്ച് ക്രിയേറ്റിവിറ്റിയാണ്. അതുകൊണ്ടാണ് ഈ ആർട്ടിസ്റ്റുകളെ അതേപോലെ ഫിലിം ആക്ട്രസ് ഓർ ഫിലിം ആക്ടേഴ്സിനൊക്കെ നമ്മൾ സിഫിലിറ്റിക് പേഴ്സണാലിറ്റീസിലാണ് പെടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ ഇപ്പോൾ ആർട്ടിസ്റ്റ് നമ്പൂതിരി അവർ വരയ്ക്കുന്ന ഒരു ചിത്രം സാധാരണക്കാരന് മനസ്സിലാവുന്നില്ല. അപ്പം ചിത്രവരത്തിനൊക്കെ അറിയുന്ന ആൾക്കാർക്ക് അത് മനസ്സിലാവുള്ളൂ. സ്ട്രേഞ്ച് ക്രിയേറ്റിവിറ്റിയാണ്. അതേപോലെ ഫിലിം ഫീൽഡിൽ വളരെ അമാനുഷികമായിട്ടുള്ള കഥാപാത്രങ്ങളെയാണ് അവർ അവതരിപ്പിക്കുന്നത്. അപ്പം അതുകൊണ്ട് അത് ക്രിയേറ്റിവിറ്റി വളരെ സ്ട്രേഞ്ച് ആയിരിക്കും. അതേപോലെ നോ ഡ്രസ് സെൻസ് ആസ് പെർ ദി സൊസൈറ്റി നോംസ്. സൊസൈറ്റി പറയുന്ന പോലെ ഓരോ സൊസൈറ്റിക്കും ഓരോ കമ്മ്യൂണിറ്റിക്കും അതിൻ്റേതായിട്ടുള്ള ചില ഡ്രസ് കോഡൊക്കെ ഉണ്ട്. പക്ഷേ ഇവർ അതൊന്നും മെയിൻറ്റെയിൻ ചെയ്യൂല. And most of the terrorists that comes under this aggressive and offensive people that comes under the syphilitic personality. And indifference to what others say and consequences എന്നുള്ളതാണ്. മറ്റുള്ളവർ എന്ത് പറയുന്നത് എന്നുള്ളത് അവർക്കൊരു വിഷയമേ അല്ല. അതേപോലെ കോൺസിക്വൻസും, മോനെ നീ അങ്ങനെ ചെയ്യരുത്, അങ്ങനെ ചെയ്താൽ ഇത്രയും ബുദ്ധിമുട്ടുകളുണ്ടാകും, ഇത്രയും നഷ്ടം നമുക്ക് വരും, ഈ ഒരു കല്യാണത്തിന് നീ അത് എടുത്തു ചാടി ചെയ്തിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് നഷ്ടങ്ങൾ ഭാവിയിൽ അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഭാവിയിൽ ഉണ്ടാവാൻ സാധ്യതയുണ്ട്. ഇതൊക്കെ ഞങ്ങളുടെ അനുഭവത്തിൽ നിന്ന് ഞങ്ങൾ പറയുന്നതാണ്. അങ്ങനെ ഒന്നും പറഞ്ഞു കൊടുത്താൽ അവരെ അത് അക്സെപ്റ്റ് ചെയ്യൂല. അതേപോലെ നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇത്രയും ജനങ്ങൾക്ക് ബുദ്ധിമുട്ട് വരും, നിങ്ങൾ ആ തീരുമാനത്തിൽ നിന്ന് മാറണം എന്ന് പറഞ്ഞാൽ അവർ ആ കോൺസിക്വൻസിനെ പറ്റിയൊന്നും അവർ ചിന്തിക്കൂല. സെക്സിൽ രണ്ട് എക്സ്ട്രീമാണ്. ഒന്നുകിൽ സെലിബസി ആയിരിക്കും, കംപ്ലീറ്റ് അബ്സ്റ്റിനൻസ് ഓഫ് ദി സെക്സ് ആയിരിക്കും, അല്ലെങ്കിൽ പെർവേർട്ടഡ് സെക്ഷൽ ബിഹേവിയർ ആയിരിക്കും സൊസൈറ്റി പറയുന്ന, അല്ലെങ്കിൽ കസ്റ്റംസിനെതിരായിട്ടുള്ള മീൻസ് ഹാബിറ്റുകൾ, പെർവേർട്ടഡ് സെക്ഷൽ ഹാബിറ്റ്സ് ആയിരിക്കും അവർക്ക് ഉണ്ടാവുക. സോ രണ്ട് എക്സ്ട്രീമിലും വരാം സിഫിലിസിന്. ഫെയ്ത്ത് ആണെങ്കിൽ ഗോഡ്ലെസ് ആണ്. അപ്പോൾ സോറയിൽ നമ്മൾ പറഞ്ഞു ട്രൂ റിലീജിയസ് പീപ്പിൾ ആണ്. സൈക്കോട്ടിക്കൽ ഫോർ ഫേവേഴ്സ്, എന്തെങ്കിലും ഒരു കാര്യം കിട്ടാൻ വേണ്ടി മാത്രം ദൈവത്തിന് ഓർക്കുക, അത് കഴിഞ്ഞാൽ പിന്നെ അവർക്ക് ദൈവത്തിനൊന്നും ഓർമ്മ ഉണ്ടാവില്ല. ബട്ട് സിഫിലിസിലാണെങ്കിൽ ഫെയ്ത്ത്ലെസ് മീൻസ് ദേ ആർ ഗോഡ്ലെസ് എന്നുള്ള ആ ഒരു കണ്ടീഷനിലാണ് സിഫിലിറ്റിക് പേഴ്സണാലിറ്റീസ് വരുന്നത്. വളരെ ബ്രീഫായിട്ട് 3 സ്ലൈഡിൽ നമ്മൾ കുറച്ച് മീൻസ് മയാസം കമ്പയർ ചെയ്തു. ഇനി ആ മയാസം വെച്ച് എങ്ങനെ റൂബ്രിക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്യാം എന്നുള്ളതിനെ പറ്റിയും കൂടെ നമുക്കൊന്ന് നോക്കാം. ഇപ്പോൾ കെൻറ്റിൻ്റെ റെപ്പർട്ടറിയിൽ കൊടുത്തിരിക്കുന്ന 3 റൂബ്രിക്കാണ്, അടുപ്പിച്ചടുപ്പിച്ച് വരുന്ന 3 റൂബ്രിക്കാണിത്. കോൺട്രഡിക്ഷൻ, ഡിസ്പോസിഷൻ ടു, കോൺട്രഡിക്ഷൻ, ഇൻടോളറൻ്റ് ഓഫ് ആൻഡ് കോൺട്രറി, 3 റൂബ്രിക് ഉണ്ട്. അപ്പോൾ ഇതിനൊക്കെ ഉടക്കി സംസാരിക്കുക അല്ലെങ്കിൽ എതിർത്ത് സംസാരിക്കുക എന്നുള്ളതാണ് ഡിക്ഷണറി മീനിങ്. ഇപ്പോൾ ഈ റൂബ്രിക് നിങ്ങൾ ടെക്സ്റ്റ് എടുത്ത് നോക്കുന്നുണ്ട്, അതിലുള്ള മെഡിസിൻസിലൊക്കെ കുറേ ഡിഫറൻസ് കാണാം.
അതേപോലെ തന്നെ അതിൻ്റെ ഇൻ്റർപ്രിട്ടേഷനും ഡിഫറെൻ്റ് ആണ്. എന്ന് വെച്ചാൽ ഇത് വർക്കൗട്ട് ചെയ്യേണ്ട കോണ്ടെക്സ്റ്റ് എൻ്റയർലി ഡിഫറെൻ്റ് ആണ്. അപ്പോൾ നമുക്കതിൻ്റെ മയാസം നോക്കാം, ഈ റൂബ്രിക്സ് തമ്മിലുള്ള ഡിഫറൻസ് നോക്കാം. വളരെ ശ്രദ്ധിച്ച് നിങ്ങൾ കേൾക്കുക. ഇപ്പോൾ കോൺട്രഡിക്ഷൻ ഡിസ്പോസിഷൻ ടു എന്ന് പറഞ്ഞാൽ എന്ത് കാര്യവും ഇപ്പോൾ മീറ്റിംഗ് നടക്കുമ്പം അവർ വളരെ വ്യക്തമായിട്ട് ഒച്ചത്തിൽ ഉടക്കി സംസാരിക്കും. പ്രസിഡൻറ്റ്, നിങ്ങളിത് ചെയ്തത് ശരിയായില്ല, അല്ലെങ്കിൽ പ്രിൻസിപ്പളെ നിങ്ങളുടെ തീരുമാനം തെറ്റാണ്. അത് എന്തുകൊണ്ട് തെറ്റാണെന്ന് വെച്ചാൽ ഇന്ന കാര്യകാരണ സഹിതം അത് നിരത്തിയിട്ട് അവർ പറയും, ഇന്ന കാരണങ്ങൾ കൊണ്ട് ഇത് തെറ്റാണ്, ഈ ഡിസിഷൻ എടുക്കാൻ പാടില്ല, നിങ്ങളുടെ ഡിസിഷൻ റിവോക്ക് ചെയ്യണം. അപ്പോൾ കാര്യകാരണ സഹിതം ഒന്നിനെ എതിർക്കുന്ന പ്രകൃതിയിലുള്ള ആൾക്കാർക്കാണ് നമ്മൾ കോൺട്രഡിക്ഷൻ ഡിസ്പോസിഷൻ ടു എന്ന് വർക്കൗട്ട്. ഇതിനൊക്കെ സബ് റൂബ്രിക്സ് ഉണ്ട് കേട്ടോ, നിങ്ങളത് വായിച്ചു നോക്കണം. ചിൽഡ്രൻ എന്നൊക്കെ പറഞ്ഞിട്ട് സബ് റൂബ്രിക് ഉണ്ട്, ആങ്കർ വൻ എന്ന് പറഞ്ഞിട്ട് സബ് റൂബ്രിക് ഉണ്ട്. സോ കോൺട്രഡിക്ഷൻ ഡിസ്പോസിഷൻ ടു, കാര്യകാരണ സഹിതം എതിർത്ത് സംസാരിക്കുക. വളരെ ഉച്ചത്തിലാണ് അവർ സംസാരിക്കുക, പക്ഷേ വളരെ കാര്യകാരണ സഹിതം ആർഗ്യുമെൻറ്റോട് കൂടെ ഒരു കാര്യത്തിന് എതിർത്ത് സംസാരിക്കുന്നതിനാണ് കോൺട്രഡിക്ഷൻ ഡിസ്പോസിഷൻ ടു എന്ന് പറയാം. നൗ കോൺട്രഡിക്ഷൻ ഇൻടോളറൻ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഇങ്ങനെ ആരും എതിർത്ത് സംസാരിക്കുന്നത് ഇഷ്ടമല്ല. പക്ഷെ അപ്പോൾ എന്താ ചെയ്യുക, അദ്ദേഹം മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോകും. അപ്പോൾ ഭാര്യ ഇങ്ങനെ ഒച്ചയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, അയാൾ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോകും. അതുകൊണ്ട് കുറച്ച് കഴിഞ്ഞ് ക്ലബ്ബിൽ അവിടെ ഇവിടെയൊക്കെ പോയിട്ട് അയാൾ തിരിച്ചു വരും. അതാണ് കോൺട്രഡിക്ഷൻ ഇൻടോളറൻ്റ് ഓഫ്. ദാറ്റ് മീൻസ് ഹി ഡിസ്ലൈക്ക് കോൺട്രഡിക്ഷൻ. ദെൻ കോൺട്രറി എന്ന് പറഞ്ഞിട്ട് മൂന്നാമത്തെ ഒരു റൂബ്രിക് ഉണ്ട്. എന്ന് വെച്ചാൽ ഒരു കാരണമില്ലാണ്ട് എതിർത്ത് സംസാരിക്കുന്ന പ്രകൃതിയുള്ള ആൾക്കാർ. ഇപ്പോൾ ഒരു മീറ്റിംഗ് നടക്കുകയാണെങ്കിൽ ആ മീറ്റിംഗ് എങ്ങനെയെങ്കിലും തുമ്പില്ലാണ്ടാക്കണം, അത് ഡിസോൾവ് ചെയ്യണം, അല്ലെങ്കിൽ ഇതുകൊണ്ട് ഒരുപാട് ആൾക്കാർക്ക് നഷ്ടം വരണം, ഇതൊന്നും ശരിയാവരുത് എന്ന് കരുതിയിട്ട് എതിർക്കുന്ന പ്രകൃതിയുള്ള ആൾക്കാർ. ഒരു ആർഗ്യുമെൻറ്റും ഉണ്ടാവില്ല, പ്രോപ്പറായിട്ടുള്ള ഒരു കാര്യകാരണ സഹിതമുള്ള എക്സ്പ്ലനേഷനും ഉണ്ടാവില്ല. നമ്മൾ എതിർക്കാൻ വേണ്ടി എതിർക്കുക എന്ന് പറയൂലേ, അതാണ് കോൺട്രറി. ദാറ്റ് മീൻസ് ഹി വിൽ ഒപ്പോസ് എനിത്തിങ് ആൻഡ് എവരിത്തിങ് വിത്തൗട്ട് അപ്ലൈയിങ് ദി ഇൻ്റലക്ട് ഓർ ആർഗ്യുമെൻറ്റ്. ഒരു ഡിസ്ട്രക്റ്റീവ് ആയിട്ടുള്ള ഒരു സിംറ്റമാണ്. അപ്പോൾ ഇത് ഈ മൂന്ന് റൂബ്രിക്കും നമുക്ക് ഡിക്ഷണറിയിൽ ഒരേ മീനിങ് ആണെങ്കിലും അതിൽ മെഡിസിൻസ് വ്യത്യാസമുണ്ട്, അത് വർക്കൗട്ട് ചെയ്യേണ്ട കോണ്ടെക്സ്റ്റും ഡിഫറെൻ്റ് ആണ്. ഇനി ഇതിൻ്റെ മയാസം എങ്ങനെയാണ് വരിക? കോൺട്രഡിക്ഷൻ ഡിസ്പോസിഷൻ ടു ഏത് മയാസത്തിൽ വരും? കാര്യകാരണ സഹിതം എതിർത്ത് ഉച്ചത്തിൽ സംസാരിക്കുന്ന പ്രകൃതിയുള്ള ആൾക്കാരും. ഏത് മയാസ വരിക? അത് അവർക്ക് വ്യക്തമായിട്ടുള്ള എക്സ്പ്ലനേഷൻ ഉണ്ടാവും അതിന്. ദാറ്റ് ഈസ് കോൺട്രഡിക്ഷൻ ഡിസ്പോസിഷൻ ടു കംസ് അണ്ടർ ദി സൈക്കോട്ടിക് മയാസം. ദെൻ കോൺട്രഡിക്ഷൻ ഇൻടോളറൻ്റ് ഓഫ് എന്ന് പറഞ്ഞാൽ ഏത് മയാസത്തിൽ വരും? ഡിസ്ലൈക്ക് കോൺട്രഡിക്ഷൻ ആണ്. എനിക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോവാണ്. അത് സോറിക് മയാസമാണ്. അവർ എതിർത്ത് സംസാരിക്കൊന്നുമില്ല അതിൽ. പക്ഷെ അവർക്ക് ഇഷ്ടമല്ല ആരും ഇങ്ങനെ എതിർത്ത് പറയണത്. അവർ മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങിപ്പോൾ അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോൾ. ദെൻ കോൺട്രറി എന്ന് വെച്ചാൽ ആ മീറ്റിംഗ് എങ്ങനെയെങ്കിലും നശിക്കട്ടെ എന്ന് കരുതിയിട്ട് എതിർത്ത് സംസാരിക്കുന്നത്, ഉടക്കാനും വേണ്ടി ഉടക്കുന്ന ആൾക്കാർ. അത് സിവിലിറ്റിക് മയാസം. സോ ഓരോന്നിൻ്റെ മയാസം ഇപ്പോൾ നമുക്ക് മനസ്സിലായി. കോൺട്രഡിക്ഷൻ ഡിസ്പോസിഷൻ എന്ന് പറയുമ്പോൾ സൈക്കോട്ടിക് മയാസമാണ്, ഇൻടോളറൻറ്റ് എന്നുള്ള സോറിക് മയാസമാണ്, കോൺട്രറി എന്ന് പറയുന്നത് സിഫിലിറ്റിക് മയാസമാണ്. അപ്പോൾ ഇങ്ങനെയുള്ള കുറച്ച് മയാസ്മാറ്റിക് സ്റ്റഡിയെ പറ്റിയിട്ട് നമുക്ക് പിന്നെ സമയം കിട്ടുമ്പോൾ നമുക്കത് നോക്കാം. ഇഫ് ദർ ഇസ് നോ അപ്സ് ആൻഡ് ഡൗൺസ് ഇൻ യുവർ ലൈഫ്, ഇറ്റ് മീൻസ് യു ആർ ഡെഡ് എന്നുള്ള. ജീവിതത്തിൽ അങ്ങനെയാണ്, പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാവും. ഖലീൽ ജിബ്രാൻ്റെ വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു വേർഡ് ഉണ്ട്, ലൈഫ് ഈസ് എ ടോട്ടൽ അക്കൗണ്ട് ഓഫ് സോ മെനി അൺഎക്സ്പെക്റ്റഡ് ഇവൻറ്റ്സ് എന്നുള്ളതാണ്. ഇൻ ഓർഡർ ടു ഫേസ് ദാറ്റ് സിറ്റുവേഷൻ യു ഹാവ് ടു എൻഹാൻസ് യുവർ വിൽ പവർ എന്നാണ് പറയുന്നത്. ജീവിതത്തിൽ എപ്പോഴും പുരോഗതികൾ മാത്രമൊന്നുമല്ല ഉണ്ടാവുക, തിരിച്ചടികളും ഉണ്ടാവും. അത് ലൈഫിൻ്റെ ഒരു ഭാഗമാണ്. അതേപോലെ തന്നെ എല്ലാം നമ്മൾ 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാൻ ശ്രമിച്ചാലും തിരിച്ചടികൾ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ക്ലിനിക്കിൽ 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ നമുക്ക് ഫാമിലി ലൈഫ് നഷ്ടപ്പെടും. അതിൽ വരുന്ന എല്ലാ പേഷ്യൻസിനെയും വളരെ ഡീറ്റെയിൽ ആയിട്ട് കേസൊക്കെ എടുത്ത് പേഷ്യൻസിൻ്റെ കാര്യം എല്ലാം നോക്കി അതിന് ശേഷം മാത്രമേ നമ്മൾ ഭക്ഷണം കഴിക്കുന്നുള്ളൂ. ഫുഡ് പോലും കഴിക്കാതൊക്കെ പ്രാക്ടീസ് ചെയ്യുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ അവരുടെ ഫിസിക്കൽ ലൈഫ് പോകും, ഫാമിലി ലൈഫ് പോകും. അപ്പോൾ നമ്മുടെ ഫാമിലിയെ മാത്രം ശ്രദ്ധിക്കണം. എൻ്റെ ഭർത്താവിൻ്റെയും കുട്ടികളെ എല്ലാ കാര്യം ഞാൻ നോക്കി അതിന് ശേഷം സമയം ഉണ്ടെങ്കിൽ ഞാൻ ക്ലിനിക്കിൽ പ്രാക്ടീസ് ചെയ്യുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ മറ്റു കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ ഞാൻ പഠിക്കുന്നുള്ളൂ എന്ന് കരുതിയാലും പ്രശ്നമാണ്. അപ്പോൾ 100% പെർഫെക്ഷൻ അത് എപ്പോഴും ദൈവത്തിനുള്ളതാണ്. പക്ഷെ ഉള്ളത് പരമാവധി പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാന്നുള്ളതാണ്. ഏതെങ്കിലും ഒന്നിൽ മാത്രം നമ്മൾ 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്യുമ്പോൾ ബാക്കിയുള്ളത് നമുക്ക് നഷ്ടപ്പെടും. അതേപോലെ എല്ലാത്തിലും നമുക്ക് ഒരേപോലെ നമുക്ക് ശോഭിക്കാനൊന്നും പറ്റില്ല. നമ്മൾ ഫാമിലി ലൈഫിൽ നല്ലോണം ശോഭിക്കുന്ന ആൾക്കാർ ചിലപ്പോൾ പ്രൊഫഷണൽ ലൈഫിൽ ശോഭിച്ചോളുന്നില്ല. അതേപോലെ പ്രൊഫഷണൽ ലൈഫിൽ നല്ലോണം ശോഭിക്കുന്നവർക്ക് ചിലപ്പോൾ നല്ലൊരു ഫാമിലി ലൈഫ് ഉണ്ടായിക്കൊള്ളുന്നില്ല. അപ്പോൾ എവിടെയെങ്കിലും അപ്സ് ആൻഡ് ഡൗൺസ് ഒക്കെ ലൈഫിൽ സ്വാഭാവികമാണ്. അതൊന്നും ഇല്ലാത്ത ഒരു സ്ട്രൈറ്റ് ലൈൻ ആണെന്നുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് യു ആർ ഡെഡ് എന്ന് മാത്രമാണ് അതിൽ കരുതേണ്ടത്. ഇനി നമ്മൾ ബോഡി ലാംഗ്വേജിനെ കൂടി പറ്റിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ട് ഇന്നത്തെ സെഷൻ അവസാനിപ്പിക്കുകയാണ്. അപ്പോൾ ബോഡി ലാംഗ്വേജ് ഇതൊന്നും ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളല്ല, പക്ഷെ എന്നാലും ഓരോരുത്തർ ഇരിക്കുന്ന പ്രകൃതം കണ്ടാലും നമുക്ക് അതിനോട് റിലേറ്റഡ് ആയിട്ടുള്ള റൂബ്രിക്സ് സെലക്ട് ചെയ്യാൻ പറ്റും.
ഇപ്പോൾ ഡിസീറ്റ്ഫുൾ എന്ന് വെച്ചാൽ മറ്റുള്ളവരെ ചതിക്കുന്ന പ്രകൃതമുള്ള ആൾക്കാരുടെ ഒരു പൊസിഷനിങ് എന്ന് പറയുന്നത് ഇതാണെന്നാണ് പറയുന്നത്. ആൻഡ് അപ്രഹെൻസീവ്, കുറച്ച് പേടിയും ബേജാറും ടെൻഷനൊക്കെ ഉള്ള ആൾക്കാരുടെ ഫിസിക്കൽ അപ്പിയറൻസ് രണ്ടാമത്തെ ഫോട്ടോഗ്രാഫാണ്. മൂന്നാമത്തെ ഫോട്ടോഗ്രാഫ് അഗ്രസർ, വളരെ ഹാർഷായിട്ട് മറ്റുള്ളവരെ ക്രിട്ടിസൈസ് ചെയ്ത് അല്ലെങ്കിൽ ഉപദ്രവിക്കുന്ന രീതിയിൽ സംസാരിക്കുന്ന പ്രകൃതമുള്ള ആൾക്കാർ അഗ്രസീവാന്ന് പറയും. അവരുടെ ലുക്ക് എങ്ങനെയായിരിക്കും? ദെൻ ആബ്സെന്റ് മൈൻഡഡ്, ബ്രേവ് ആൻഡ് കോൺഫിഡൻറ്റ്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡിഫറൻസും കൂടെ നമുക്ക് സമയം കിട്ടുമ്പം ഡിസ്കസ് ചെയ്യാം. സോ ആബ്സെന്റ് മൈൻഡഡ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി, ബ്രേവ്, കോൺഫിഡൻറ്റ്. ദെൻ നെഗറ്റീവ് ആൻഡ് പോസിറ്റീവ്, രണ്ട് റൂബ്രിക്കും കൊടുത്തിട്ടുണ്ട്. ഒപ്റ്റിമിസം, പെസിമിസം എന്ന് പറഞ്ഞിട്ട് റൂബ്രിക് കൊടുത്തിട്ടുണ്ട്. ഹോപ്പ്ലെസ് എന്ന് പറഞ്ഞിട്ട് റൂബ്രിക് ഉണ്ട്. ഹോപ്പ്ഫുൾ എന്ന് പറഞ്ഞിട്ടുള്ള റൂബ്രിക് ഉണ്ട്. അപ്പോൾ അവരുടെ ഫേഷ്യൽ എക്സ്പ്രഷനാണ്. ദെൻ ഇമ്പേഷ്യൻസ്, ആന്ധ്രയിലെ ഒരു മിനിസ്റ്ററാണ്. അദ്ദേഹത്തിന് സ്റ്റെയർ കേസിൻ്റെ മുൻഭാഗത്ത് കൂടെ കയറി വരാനുള്ള ക്ഷമയൊന്നുമില്ല. അതിൻ്റെ ഉള്ളിലൂടെ തന്നെ പെട്ടെന്ന് മറ്റേ സ്റ്റെയർ കേസിൻ്റെ ഉള്ളിലൂടെ കയറി വരുന്നൊരു പ്രകൃതി. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നമ്മൾ 4 മണിക്ക് അപ്പോയിൻമെൻറ്റ് കൊടുത്ത് 4:05 വിളിച്ചിട്ടില്ലെങ്കിൽ പുറത്തുനിന്ന് ചുമക്കാൻ തുടങ്ങും, അല്ലെങ്കിൽ കസേര നീക്കിവിടും, അല്ലെങ്കിൽ ഫാർമസിസ്റ്റിൻ്റെ അടുത്ത് പോയിട്ട് സംസാരിച്ചു കൊണ്ടിരിക്കും. എന്തുകൊണ്ടാണ് എന്നെ വിളിക്കാത്തത്, സമയം എത്ര ആയാലോ, ഇങ്ങനെയായാലോ എന്ന് പറഞ്ഞ് ഇമ്പേഷ്യൻസ്, ക്ഷമയില്ലാത്ത ആൾക്കാർ, അക്ഷമരായിട്ടുള്ള ആൾക്കാർ. ഹൈ സ്പിരിറ്റഡ്. ദെൻ തോട്ട്ഫുൾ, പ്രൗഡ്, one of the best example of a proud person. Dictatorial, that means authoritative people who wants to dominate like a superior person എന്നുള്ളതാണ്. ഒരു മിലിറ്ററി പേഴ്സൺ അല്ല റൂബ്രിക് വർക്ക്. ചില കുട്ടികളൊക്കെ കണ്ടില്ലേ, വളരെ കമാൻഡിങ് പവറോടുകൂടെ അല്ലെങ്കിൽ ആ ഒരു ആജ്ഞാസ്വരൂപത്തിൽ നമ്മളൊരു സംസാരിക്കുന്ന അല്ലെങ്കിൽ പെരുമാറുന്ന പ്രകൃതമുള്ള ആൾക്കാർ, അതിനാണ് ഡിക്റ്ററ്റോറിയൽ എന്ന് പറയുന്നത്. ഫ്രൈറ്റൻഡ്. ദെൻ കറേജിയസ്. ഈ കറേജിയസ് എന്നുള്ള റൂബ്രിക് എടുക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു ആർമി പേഴ്സണലിന് നമ്മൾ ഒരിക്കലും കറേജിയസ് എന്നുള്ള റൂബ്രിക് വർക്കൗട്ട് ചെയ്യില്ല. കാരണം അവർ ട്രെയിൻഡ് ആണ്. ദേ ആർ സപ്പോസ് ടു ഫേസ് ദിസ് ടൈപ്പ് ഓഫ് തിങ്സ്. ബട്ട് അങ്ങനെയല്ല, ഒരു സാധാരണക്കാരനായിട്ടുള്ള ഒരാൾ എക്സ്ട്രാ ഓർഡിനറി കറേജ് കാണിക്കുന്നതിനാണ് നമ്മൾ കറേജിയസ് എന്ന് പറയും. ഇപ്പോൾ കഴിഞ്ഞ ദിവസം പത്രത്തിലൊരു വാർത്ത വന്നിരുന്നു. അമ്മയും 2 പെൺകുട്ടികളും ഷോക്കേറ്റ് നിൽക്കുകയാണ്. അപ്പോൾ ഒരു പയ്യൻ ഒരു ഇഷ്ടിക എടുത്തിട്ട് എറിഞ്ഞിട്ട് ആ 3 കുട്ടികളെ രക്ഷിക്കുകയാണ്. അത് കറേജിയസ് ആണ്. കാരണം ഇത് എക്സ്ട്രാ ഓർഡിനറി കറേജാണ്. അല്ലെങ്കിൽ ഒരു കുട്ടി പുഴയിൽ വീഴ്ന്നു പോകുന്നത് കണ്ടു, ഇവൻ പയ്യൻ ചെറിയ പയ്യനാണ്, അവൻ നീന്തി പോയിട്ട് അതിനെ രക്ഷപ്പെടുത്തുന്നു. മറ്റുള്ളവർ പോലും പേടിച്ച് നിൽക്കുന്ന, അല്ലെങ്കിൽ മലവെള്ളപ്പാച്ചിലിൽ മറ്റുള്ളവരൊക്കെ അന്താളിച്ച് നിൽക്കുന്ന സമയത്ത് ഈ കുട്ടി പോയിട്ട് അയാളെ രക്ഷിക്കുകയാണ്. അതിനാണ് നമ്മൾ കറേജിയസ് എന്ന് പറയുക. അല്ലാണ്ട് ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പേഴ്സണലിനെ നമ്മൾ ഒരിക്കലും കറേജിയസ് എന്നുള്ള റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യില്ല. അതേപോലെ ഹിലാരിയസ്, മിർത്ത് എന്ന് പറഞ്ഞിട്ട് എക്സസീവ് ജോയ്, ഇതിനുള്ള കുറച്ച് റൂബ്രിക്സ് ഉണ്ട്. ദാറ്റ് വിൽ ഡിസ്കസ് ഇൻ ഡീറ്റെയിൽ. ദെൻ പ്രിറ്റൻഡ് ഓർ ആബ്സെൻസ് ഗിൽറ്റി ഫീലിംഗ്. ഇതെങ്ങനെ നമ്മൾ റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യുക? രോഗമുണ്ട് എന്നുള്ളൊരു തോന്നലായിട്ട് ജീവിക്കുന്ന ആൾക്കാർ. നമ്മൾ നേരത്തെ പറഞ്ഞ റൂബ്രിക്കാണ് മൈൻഡിൽ ഫീലിംഗ് സിക്ക് എന്നാണ്. മൈൻഡ് ഫീലിംഗ് സിക്ക്. ടാരൻറ്റുല ഹിസ്പാന ആൻഡ് പൾസാരില, ദീസ് ആർ ദി 2 റെമഡീസ്. ദെൻ പ്രൈഡ്, ബോർഡം, ക്ലാസ്സൊക്കെ ഇരുന്ന് ആ ക്ലാസ്സിലിരുന്നിട്ട് എന്ത് ക്ലാസ്സാണ്, റെപ്പർട്ടറിയുടെ ക്ലാസ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഇരിക്കുന്ന പല ആൾക്കാർ, ബോർഡം. ദെൻ സെക്കൻഡ് ഫോട്ടോഗ്രാഫ് ലയർ എന്ന് വെച്ചാൽ കളവ് പറയുന്ന ആൾക്കാർ. അവരുടെ പ്രകൃതം അവരെപ്പോഴും ഇങ്ങനെ മൂക്കിൻ്റെ താഴെ വരച്ചുകൊണ്ടിരിക്കും. അല്ലെങ്കിൽ ഡെസീറ്റ്ഫുൾ ആണ് എന്ന് വെച്ചാൽ മറ്റുള്ളവരെ അവസരം കിട്ടിയാൽ അവർ ചതിക്കും. ദെൻ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള പേഴ്സണാലിറ്റി, മൂന്നാമത്തെ പിക്ചർ. ഡൗട്ട്ഫുൾ, മൈൻഡ് ഡൗട്ട്ഫുൾ, റിക്കവറി ഓഫ് എന്ന് പറഞ്ഞിട്ട് തന്നെ റൂബ്രിക്ക് കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ മൈൻഡ് ഡൗട്ട്ഫുൾ എന്ന് പറഞ്ഞിട്ട് റൂബ്രിക്ക് ഉണ്ട്. സിൻസിയറിറ്റി, ഇതും റൂബ്രിക്ക് ഉണ്ട് കേട്ടോ. ഡയറക്റ്റ് ആയിട്ട് റൂബ്രിക്ക് ഉണ്ട് സിൻസിയറിറ്റി എന്ന് പറഞ്ഞിട്ട്. അതിൽ സിൻസിയർ ആയിട്ടുള്ള ആൾക്കാർ ഷേക്ക് ഹാൻഡ് ചെയ്യണത് എപ്പോഴും അങ്ങനെ ആയിരിക്കും. സിൻസിയറിറ്റി. ദെൻ ഇൻസിൻസിയറിറ്റി, അഗെയിൻ സിൻസിയർ. ഇതെങ്ങനെ റൂബ്രിക്ക് വർക്കൗട്ട് ചെയ്യാം? ഇത് കല്യാണം കഴിഞ്ഞ ഉടനെ തന്നെയുള്ള അവരുടെ ഒരു ഫോട്ടോഗ്രാഫാണ്. ഇതിന് ശരിക്കും കറക്റ്റ് റൂബ്രിക്ക് എന്ന് പറയുന്നത് പൊസസീവ്നെസ് എന്നാണ് പറയാം. എന്ന് വെച്ചാൽ എനിക്ക് എൻ്റെ ഭർത്താവിനോട് സ്നേഹമാണ്, പക്ഷേ ആ ഭർത്താവ് എന്നെ സ്നേഹിക്കുന്നത് വേറെ ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല എന്നുള്ളൊരു തോന്നൽ. ഇതിന് പൊസസീവ്നെസ് എന്നാണ് പറയാം. മെയിൻ മെഡിസിൻ ആയിട്ട് കൊടുത്തിരിക്കുന്നത് പൾസാറ്റിലാണ്. ഇത് നമ്മുടെ സിന്തൈസിലും മർഫിയിലും അതേപോലെ കംപ്ലീറ്റ് റെപ്പർട്ടറിയിലൊക്കെ ഉള്ള റൂബ്രിക്കാണ് പൊസസീവ്നെസ്. എന്ന് വെച്ചാൽ ഒരു വല്ലാത്തൊരു സ്നേഹമാണ്, ഇഷ്ടമൊക്കെ തന്നെയാണ്. പക്ഷെ എന്നാലും അങ്ങേര് വേറൊരു പെണ്ണിനോട് സംസാരിക്കാൻ, അത് അല്ലെങ്കിൽ അങ്ങേര് വേറൊരു ആൾക്ക് എന്തെങ്കിലും ഒരു സൗകര്യം ചെയ്തു കൊടുക്കുന്നത് അതെനിക്ക് തീരെ ഇഷ്ടമില്ല എന്ന് പറയും. അതാണ് പൊസസീവ്നെസ് എന്ന് പറയുന്നത്. ദെൻ ലയിങ് ഓർ ഫ്രസ്ട്രേഷൻ എന്ന് വെച്ചാൽ കളവ് പറയുന്ന ആൾക്കാരുടെ ഒരു ബോഡി ലാംഗ്വേജ് ആണത്. അതേപോലെ ഫ്രസ്ട്രേറ്റഡ് ആണ് അവർ. അതർവൈസ് അഗ്രസീവ് ആയിട്ടുള്ള പേഴ്സണാലിറ്റി ഷേക്ക് ഹാൻഡ് ആണത്. എൻ്റെ ഫോഴ്സ് ഓഫ് ഡയറക്ഷൻ കണ്ടില്ലേ, നമ്മൾ ആരെയാണോ ഷേക്ക് ഹാൻഡ് കൊടുക്കുന്നത് അവരുടെ അടുത്തേക്ക് ഫോഴ്സ് ചെയ്യുന്ന രീതിയിലായിരിക്കും അവർ ഷേക്ക് ഹാൻഡ് ഉണ്ടാവുക. ലാക്ക് ഓഫ് കോൺഫിഡൻസ് ഇല്ലാത്ത ആൾക്കാരുടെ ഷേക്ക് ഹാൻഡ്, അതായത് അവർ വിരലിൻ്റെ അറ്റത്ത് ഇങ്ങനെ പിടിക്കുകയുള്ളൂ. ദേ ഹാവ് നോ കോൺഫിഡൻസ്.
ദെൻ ഇൻസെക്യൂരിറ്റി എന്ന് വെച്ചാൽ അവരുടെ ഭാഗത്തേക്ക് നമ്മുടെ കയ്യിനെ പിടിച്ച് വലിച്ചു കൊണ്ടുപോകും. ഇൻസെക്യൂർ ആയിട്ടുള്ള ആൾക്കാർ. ദാറ്റ് ഇസ് ദർ ബോഡി ലാംഗ്വേജ്. ദെൻ സുപ്പീരിയോറിറ്റി, കൈ ബാക്കിൽ കെട്ടിയിട്ട് നടക്കുന്ന ആൾക്കാർ. 2 കാരണം കൊണ്ട് വരാം. ഒന്ന് സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് കൊണ്ട് വരാം, അല്ലെങ്കിൽ കോൺഫിഡൻസ് കൂടുതലുള്ള ആൾക്കാരും അങ്ങനെയാണ് നടക്കുക എന്നാണ് പറയുന്നത്. Superiority complex or with confidence. And the right picture on the top, they are confident, superior and positive, negative, secretive and suspicious. Another body language. Then nervous, fearful, negative emotions. കാല് പിണച്ച് വെച്ചിട്ട് വല്ലാണ്ട് അമർന്നും കണ്ടിരിക്കുന്ന ഒരു പ്രകൃതിയുള്ള ആൾക്കാർ. ഒരു തല തന്നെ കണ്ടില്ല, അങ്ങോട്ട് അമർന്നിരിക്കുകയാണ് ചെയ്യുന്നത്. ദേ ആർ നെർവസ് പീപ്പിൾ, ഫിയർഫുൾ ആണ്, അല്ലെങ്കിൽ നെഗറ്റീവായിട്ടുള്ള എമോഷൻസ് കൂടുതൽ ഉള്ള ആൾക്കാരാണ്. ദെൻ സെക്കൻഡ് പിക്ചർ ഡോമിനൻ്റ് പേഴ്സണാലിറ്റീസ് ഇവിടെ ഒരു പൊസിഷനാണ് പറയുന്നത്. അതേപോലെ ഹമ്പിൾ ആയിട്ടുള്ള ഒരു പേഴ്സണാലിറ്റീസ്, അതിൻ്റെ ഒരു പൊസിഷനാണ് തേർഡ് പിക്ചർ. അപ്പോൾ ഇതൊന്നും ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂൾ അല്ല കേട്ടോ. എന്നാലും നമുക്ക് ചില സിറ്റുവേഷനിൽ ഇതൊക്കെ ഡോമിനൻ്റ് എന്ന് പറഞ്ഞ റൂബ്രിക്കൊക്കെ അതേപോലെ കിട്ടും. നെർവസ്, ഫിയർഫുൾ, നെഗറ്റീവ് എമോഷൻസ് ഒക്കെ റൂബ്രിക്കായിട്ട് നമ്മുടെ പല റെപ്പർട്ടറിയിലും കൊടുത്തിട്ടുണ്ട്. ഒരു ഹാർഡ് ആൻഡ് ഫാസ്റ്റ് റൂളായിട്ട് കാണരുത്, എന്നാലും നമുക്ക് ചില പേഴ്സണാലിറ്റിയെ ഐഡൻറ്റിഫൈ ചെയ്യാനുള്ള ഒരു അവസരമാണിത്. അപ്പോൾ ഇന്ന് നമുക്ക് ഇത്രയും മതി. ബാക്കി ഇനി അടുത്ത ക്ലാസ്സിൽ. ഇപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഈ യൂട്യൂബ് ലിങ്കിൻ്റെ താഴെയുള്ള കമൻറ്റ് ബോക്സിൽ നിങ്ങൾ മലയാളത്തിലോ അല്ലെങ്കിൽ ഇംഗ്ലീഷിലോ ടൈപ്പ് ചെയ്യുക. ഞങ്ങളതിന് റിപ്ലൈ തരുന്നതാണ്. അതേപോലെ അടുത്ത സെഷനിൽ ഇതൊക്കെ ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫേമസ് ആയിട്ടുള്ളൊരു ഫേസ്ബുക്ക് പേജ് ഉണ്ട്, ഹോമിയോപ്പതി ബുക്ക് എന്ന് പറഞ്ഞ്. മോർ ദാൻ 50,000 വിസിറ്റേഴ്സ് ഒക്കെ ഉള്ള ഡെയിലി വിസിറ്റേഴ്സുള്ള മെമ്പേഴ്സുള്ള ഒരു ഗ്രൂപ്പാണ്. നിങ്ങളതിൽ ജോയിൻ ചെയ്താൽ നിങ്ങൾക്ക് ലേറ്റസ്റ്റ് ആയിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ കിട്ടും. ആൻഡ് പ്ലീസ് സബ്സ്ക്രൈബ് ടു അവർ ചാനൽ ആൾസോ. യൂട്യൂബ് ചാനലിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്താൽ ഇതേപോലുള്ള പല വീഡിയോസ്, ഹോമിയോപ്പതി പഠിക്കാനുള്ള, പേഷ്യൻസ് എങ്ങനെ ഹാൻഡിൽ ചെയ്യണമെന്നുള്ള, ഇൻക്യൂറബിൾ ആയിട്ടുള്ള കുറേ കേസുകൾ എങ്ങനെ ഹോമിയോപ്പതി കൊണ്ട് പല ഡോക്ടേഴ്സും കൈകാര്യം ചെയ്തു എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസ് ഈ യൂട്യൂബ് ചാനലിൽ നിങ്ങൾക്ക് കിട്ടും. ഇതിൻ്റെ പാർട്ട് 2 ഉടനെ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഫീഡ്ബാക്കുകൾ, നിങ്ങളുടെയൊക്കെ സംശയങ്ങൾ പരമാവധി, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ന്യൂ ജനറേഷൻ പ്രാക്ടീഷണേഴ്സിനെ സപ്പോർട്ട് ചെയ്യുക എന്നുള്ള ഉദ്ദേശത്തിൽ അവർക്ക് ക്ലിനിക്കിൽ നല്ല റിസൾട്ട് കിട്ടണമെങ്കിൽ മെൻ്റൽ ജേർണലിസം, ഫിസിക്കൽ ജേർണലിസം, പർട്ടിക്കുലേഴ്സും എല്ലാം വേണം. അപ്പോൾ അതെല്ലാം കൂടെ കിട്ടുന്ന രീതിയിൽ എങ്ങനെയൊക്കെ റൂബ്രിക് ഇൻ്റർപ്രറ്റ് ചെയ്യുക എന്നുള്ളതിൻ്റെ ഒരു ആമുഖം മാത്രമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പാർട്ട് 2 ഉടനെ തന്നെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതാണ്. അപ്പോൾ എല്ലാവർക്കും നന്ദി, നമസ്കാരം. ദാറ്റ്സ് ഓൾ ഫോർ ദി ടൈം ബീയിങ്. താങ്ക് യു.